ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഒരു ഫ്രഷ് ടോപ്പിക്കുമായിട്ടാണ്. അപ്പം എല്ലാവരും റെഡി ആണോ മക്കളെ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആയില്ലെങ്കിൽ നമ്മളിനി ഓക്കെ ആയേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ എക്സാംസ് എല്ലാം ഇങ്ങ് അടുത്തു. ഇനിയൊരു 90 ഡേയ്സും കൂടെ നമ്മുടെ എക്സാംസിനുള്ളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് നിൽക്കാൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതനുസരിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുറച്ച് ആ ഒരു പോർഷൻസ് ആയിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും റെഡിയാണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്. മീറ്റിംഗ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ആയിക്കോട്ടെ, പാർട്ണർഷിപ്പിലായാലും നമ്മുടെ LLPയിലായാലും നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടും അല്ലേ? അവിടുത്തെ മെമ്പേഴ്സും അവിടുത്തെ പാർട്ട്നേഴ്സെല്ലാം മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങിനെ വിളിച്ചു കൂട്ടുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ആ മീറ്റിംഗ് എന്താണ്, എത്ര ടൈപ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിന് നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, മീറ്റിംഗ് എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യും, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മീറ്റിംഗ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്താണ് മക്കളെ മീറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് കമ്പനി മീറ്റിംഗ്? നിങ്ങളുടെ അറിവ് എന്താണ് കമ്പനി മീറ്റിംഗ്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ അടുത്ത് മീറ്റിങ്ങിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്തുമായിരിക്കും കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാ, അല്ലെങ്കിൽ മീറ്റിംഗ് എന്താ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്കെല്ലാം കമ്പനി മീറ്റിംഗ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. വേറെ ഒന്നുമില്ല. ഇനി അറിയാത്തവരും വിഷമിക്കണം, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഓർഡിനറി ബിസിനസ് ആവട്ടെ, സ്പെഷ്യൽ ബിസിനസ് ആവട്ടെ, അത് ട്രാൻസാക്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കമ്പനിയിലെ കുറച്ച് ആളുകൾ ഒത്തുചേരുന്നത്, അസംബിൾ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ കമ്പനി മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കമ്പനി മീറ്റിംഗ് നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിക്കാം. 4ആയിട്ട് നമുക്ക് മെയിനായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ജനറൽ മീറ്റിംഗ്, രണ്ടാമത്തത് ക്ലാസ് മീറ്റിംഗ്, മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, നാലാമത്തെ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ മീറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനറൽ മീറ്റിംഗ്. ആ ജനറൽ മീറ്റിങ്ങിനെ തന്നെ നമ്മൾ 3ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് വരുന്ന സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ആണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ആ ഒരു മീറ്റിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എവരി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും എവരി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ. നമുക്കിതൊക്കെ അറിയാം. അതായത് പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന ടൈപ്പ് ഓഫ് കമ്പനിയെ പറ്റി അറിയാം. പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ എന്ന കമ്പനിയെ പറ്റി നമുക്കറിയാം. നമ്മൾ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസും പഠിച്ചപ്പോൾ അതിൽ 2-3 ഫോം പഠിച്ച ഓർമ്മയുണ്ട്. ഫോം എ, ഫോം ബി, ഫോം സി, ഫോം ഡി, ഫോം ഇ, അങ്ങനെ 2-3 ഫോം പഠിച്ച ഓർമ്മയുണ്ടോ മക്കളെ? അതിനകത്ത് നമ്മൾ ഓരോ കമ്പനി, ഫോം എ ഏത് കമ്പനിയാണ് ചെയ്യുന്നത്, ഫോം ബി ഏത് കമ്പനിയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അവിടെ പറഞ്ഞ ഫോമിനകത്ത് 2 കമ്പനീസാണ് ഈ നമ്മുടെ അവരുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള ആ 2 ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഒരു ജനറൽ മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഏതൊക്കെ കമ്പനീസാണ്? എവരി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും എവരി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് എ ഷെയർ ക്യാപിറ്റലും. ഇതൊക്കെ നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്ത് വെച്ച് തോന്നും. ഞാൻ ഈ കാണിക്കുന്ന ഈ നോട്ടിനകത്തില്ല, സ്ക്രീനിൽ കാണിക്കുന്ന നോട്ടിനകത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഒരു അഡീഷണൽ പോയിൻ്റായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമാണ് നടത്തുന്ന മീറ്റിംഗ് ആണ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ആണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ആ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിങ് എ ഷെയർ ക്യാപിറ്റലും. ഓക്കെ, ഈ 2 ടൈപ്പ് ഓഫ് കമ്പനി ആയിരിക്കും ഈ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി അത് വരുന്ന രണ്ടാമത്തെ ജനറൽ മീറ്റിംഗ് വന്ന രണ്ടാമത്തെ ഹെഡാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് നമുക്കറിയാം, നമ്മുടെ 1% കമ്പനി ഒഴികെ ബാക്കിയുള്ള എല്ലാ കമ്പനീസും 1% കമ്പനികൾക്ക് ബാക്കിയുള്ള എല്ലാ കമ്പനീസും അവരുടെ ആ കമ്പനിയുടെ ഇയർ എൻഡിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടുന്നതിനാണ് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ വരുന്ന ആ ജനറൽ തേർഡ് മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് നമ്മളൊരു അർജൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചു കൂടുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമുക്കിതിനകത്ത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ മെയിൻ ഹെഡ് മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഡിഫറൻറ്റ് ക്ലാസ്സസിലുള്ള ഷെയർ ഹോൾഡേഴ്സ് കാണും. ഡിഫറൻറ്റ് ക്ലാസ്സസിലുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അവർ നടത്തുന്ന മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്.
ക്ലാസ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പറയാം. ഇനി തേർഡ് ഹെഡായ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, ക്രെഡിറ്റേഴ്സിനെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് നമുക്ക് എന്താ പറയാം, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഇനി ഫോർത്ത് ഹെഡ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലേ നമ്മൾ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പം ആ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ക്ലിയർ ആയോ? ഈ 4 ടൈപ്സ് ഓഫ് മീറ്റിംഗ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കുന്ന 2 മീറ്റിംഗ് ആണ് ജനറൽ മീറ്റിങ്ങിന് അണ്ടറിൽ വരുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും. ബാക്കിയൊന്നും നമുക്ക് ചുമ്മാ നോട്ടോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആവുന്നു. ഇത്രയും നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് ആയിട്ട് എഴുതാമേ. ഇനിയാണ് നമ്മൾ കറക്റ്റ് നോട്ടിലേക്ക് വരുന്നത്. ഇനി നമ്മൾ നോട്ടിലേക്ക് വരികയാണ്. അതായത് നമ്മൾ മീറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് മീറ്റിംഗ് നമ്മൾ എന്താണെന്ന് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി ആ മീറ്റിംഗ്, ആ ജനറൽ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ റെക്വിസൈറ്റ്സ് വേണം, ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ്. അതിലൊന്നാമത്തെയാണ് 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടത്. അതിലൊന്നാമത്തത് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ്, മീറ്റിംഗ് പ്രോപ്പറായിട്ട് കോൾ ചെയ്യുക. രണ്ടാമത്തെ എന്താ, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്, മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തുക. തേർഡ് വൺ ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കണ്ടക്റ്റഡ്, മീറ്റിംഗ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് ജനറൽ മീറ്റിംഗ് വാലിഡ് ആവാൻ വേണ്ട കാര്യങ്ങൾ. എസെൻഷ്യൽസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ജനറൽ മീറ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെയാണ്, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ്. ആ പ്രോപ്പർലി കോൾഡിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, മീറ്റിംഗ് മസ്റ്റ് ബി കാൾഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. അതായത് പ്രോപ്പർ അതോറിറ്റി നമ്മൾ മീറ്റിംഗ് കോൾ ചെയ്യണം, പ്രോപ്പർ അതോറിറ്റിക്ക് നമ്മൾ മീറ്റിംഗ് കോൾ ചെയ്യണം. അതിൽ രണ്ടാമത്തെ എന്താണ്, പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ബി സെവറൽ ഇൻ ദ മാനർ സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 101 ആൻഡ് 102. അത് ആ 101 102 നമ്മൾ പഠിക്കും. അത് നിങ്ങളിപ്പോൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയത് നോട്ടീസ് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുക, മെമ്പേഴ്സിന് നോട്ടീസ് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുക. ഓക്കെ, ഒന്നാമതെന്താ, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർ കോൾഡിനകത്ത് എന്തൊക്കെയാണ് മക്കളെ വരുന്നത്, മീറ്റിംഗ് മസ്റ്റ് ബി കാൾഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. സെക്കൻഡ് വൺ, പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ബി സെർവ്ഡ്. അതായത് പ്രോപ്പർ അതോറിറ്റി മീറ്റിംഗ് കോൾ ചെയ്യണം, പ്രോപ്പറായിട്ട് മീറ്റിംഗ് കോൾ ചെയ്യണം. രണ്ടാമതെന്ന് പ്രോപ്പറായിട്ട് നോട്ടീസ് സെർവ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഹെഡ് ഏതൊക്കെയാണ്, രണ്ടാമത്തെ എസെൻഷ്യൽ ഏതൊക്കെയാണ്, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്. അതായത് മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തണം. എങ്ങനെയൊക്കെ നടത്താം, അതിൽ 2 വരുന്നുണ്ട്, എ ബി എന്ന് പറഞ്ഞ്. പ്രോപ്പർ കോറം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായിട്ടൊരു കോറം പ്രസൻ്റ് ആയിരിക്കണം. കോറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ അതിനെയൊക്കെ പറ്റി പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും അതിൽ പ്രസൻ്റ് ആയിരിക്കണം. അതാണ് പ്രോപ്പറായിട്ട് കോറം പ്രസൻ്റ് ആയിരിക്കണം. ഇനി പ്രോപ്പർ ചെയർമാൻ മസ്റ്റ് പ്രിസൈഡ് ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത് ചെയർമാൻ ആയിരിക്കണം. മീറ്റിംഗ് പ്രോപ്പറായിട്ട് പ്രിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തുന്നത് ആരായിരിക്കും, നമ്മുടെ ചെയർമാൻ ആയിരിക്കും. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ്. അതിനകത്ത് എന്തൊക്കെയാണ് മക്കളെ വരുന്നത്, മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബൈ പ്രോപ്പർ അതോറിറ്റി, പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ബി സെർവ്ഡ്. ഇനി രണ്ടാമത് പഠിച്ചത് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്. അതിൽ നമ്മൾ എയും ബി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ കോറം മസ്റ്റ് ബി പ്രസന്റ് ഇൻ ജനറൽ മീറ്റിംഗ്, പ്രോപ്പർ ചെയർമാൻ മസ്റ്റ് പ്രിസൈഡ് ദ മീറ്റിംഗ്. ഇനി തേർഡ് വൺ ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കണ്ടക്റ്റഡ്. അതായത് നമ്മുടെ മീറ്റിംഗ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ 2 പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ബിസിനസ് മസ്റ്റ് ബി വാലിഡ്ലി ട്രാൻസാക്റ്റഡ് ദ മീറ്റിംഗ്, ദാറ്റ് ഈസ് റെസൊല്യൂഷൻ മസ്റ്റ് ബി പ്രോപ്പർലി മൂവ്ഡ്, പാസ്ഡ്, വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ഓൺ പോൾ മസ്റ്റ് ബി പ്രോപ്പർ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിംഗ്, അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കണം. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടണം, അതായത് നമ്മൾ റെസൊല്യൂഷൻ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യണം, പാസ് ചെയ്യണം. നമ്മൾ വോട്ടിംഗ് നടത്തുന്നത് ഷോ ഓഫ് ഹാൻഡ്സ് വഴിയാണോ അല്ലെങ്കിൽ പോൾ ഉപയോഗിച്ചാണോ എന്നൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ ഡിസ്കസ് ചെയ്തിരിക്കണം, ട്രാൻസാക്ട് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് റെസൊല്യൂഷൻ എന്താ നമ്മൾ പഠിക്കും. അതായത് നിങ്ങൾക്കറിയാം, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റെസൊല്യൂഷൻ പ്രോപ്പറായിട്ട് മൂവ് ചെയ്തിരിക്കണം, പാസ് ചെയ്തിരിക്കണം. ഇനി വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മളിപ്പോൾ ഒരു കൈ ഉയർത്തുക, അതായത് കൈ ഉപയോഗിച്ച് നമ്മൾ കൈ ഉയർത്തിക്കൊണ്ട് ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ വോട്ട് ചെയ്ത് തന്നെ നമുക്ക് ഷോ ഓഫ് ഹാൻഡ്സ് എന്ന് പറയാം. അതൊക്കെ ഒരു മെത്തേഡ് ഓഫ് വോട്ടിംഗ് ആണ്. പോളെന്ന് പറഞ്ഞാൽ അതും ഒരു മെത്തേഡ് ഓഫ് വോട്ടിംഗ് ആണ്. അപ്പം പോൾ ഉപയോഗിച്ചോ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ചാണോ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ പ്രോപ്പറായിട്ട് അതിലും ഡിസ്കസ് ചെയ്യണം. ഇതിനകത്ത് ഏത് ഉപയോഗിച്ച് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കണം, ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിരിക്കണം. ഇനി പ്രോപ്പർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. അതായത് മീറ്റിങ്ങിലെ മിനിറ്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, മീറ്റിങ്ങിന് മിനിറ്റ്സ് പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 3 പഠിച്ചു. ഏതൊക്കെ ഇത് ഞാൻ അതൊരു ക്ലാസ് ആയിട്ടല്ല കൊണ്ടുപോകുന്ന, ഒരു റിവൈസ് സെക്ഷനായിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം നമുക്കിനി അതിനെ സമയമുള്ളൂ. ഇനി നമ്മൾ ഇത്രയും നാളും പഠിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എല്ലാ ക്ലാസ്സിലും നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകുക, അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് പണി പാളും. എല്ലാം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനെങ്കിലും നിങ്ങളുടെ കവർ ചെയ്ത് പോകാം.
ഓക്കെ, നമുക്കറിയാം നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു 40% വെയിറ്റേജിലുള്ള ചാപ്റ്ററാണ് നമ്മുടെ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് മാത്രം പഠിച്ചുകൊണ്ട് പോയാലും നമുക്ക് ലെക്കുണ്ട്, നമുക്കതിൽ വിജയിച്ച് കയറാം. ഒരു 40 മാർക്ക് അതിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചിരുന്നു, പിന്നെ എന്താ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അതൊക്കെ പഠിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഇത്രയും ഈ കമ്പനീസ് ആക്ട് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും മറ്റുള്ള ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഒരു 60 മാർക്സോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു, എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. 3 കാര്യങ്ങൾ പഠിച്ചു. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ്, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്, ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കണ്ടക്റ്റഡ്. ആ പ്രോപ്പർലി കണ്ടക്റ്റിനകത്ത് പിന്നെ എന്തൊക്കെയാണ്? ബിസിനസ് മസ്റ്റ് ബി വാലിഡ്ലി ട്രാൻസാക്ട് ദ മീറ്റിംഗ്, അതായത് നമ്മുടെ ബിസിനസ്സോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രാൻസാക്ട് ചെയ്തിരിക്കണം. പിന്നെ പ്രോപ്പർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് ബി പ്രിപ്പയർഡ്, മീറ്റിങ്ങിലെ മിനിറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ വന്ന നോട്ടീസ് ടു മീറ്റിംഗ് നമ്മൾ ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ് പഠിച്ചില്ലേ? ഇറ്റ് മസ്റ്റ് പ്രോപ്പർലി കോൾഡ്, അതിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബൈ പ്രോപ്പർ അതോറിറ്റി മീറ്റിംഗ് കോൾ ചെയ്യണം. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ബി സെർവ്ഡ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നോട്ടീസ് സെർവ് ചെയ്തിരിക്കണം. എന്താ ആ നോട്ടീസ് ടു മീറ്റിംഗ് നോട്ടീസ് കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 101. ആ ഒരു സെക്ഷനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വന്നത്. എന്താ സെക്ഷൻ 101 നോട്ടീസ് ടു മീറ്റിംഗ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നോക്കാം. Any general meeting may be called by giving at least 21 clear days notice, either in writing or by electronic mode in prescribed manner. Days excluded: day on which notice is issued to member and day of the general meeting. അത് എന്താ മക്കളെ പറഞ്ഞത്? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യുന്നതിന് നമ്മൾ 21 ക്ലിയർ ഡേയ്സിന് മുമ്പെങ്കിലും നമ്മൾ നോട്ടീസ് മെമ്പേഴ്സിനും റൈറ്റിങ്ങിലോ ഒരു ഇലക്ട്രോണിക് മോഡിലോ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ കൊടുത്തിരിക്കണം. എന്താ നമ്മൾ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ആ നോട്ടീസ് നമ്മൾ അറ്റ്ലീസ്റ്റ് 21 ഫുൾ ക്ലിയർ ഡേയ്സ് അല്ലെങ്കിൽ 21 ക്ലിയർ ഡേയ്സ് നമുക്ക് പഠിക്കാം. 21 ക്ലിയർ ഡേയ്സിന് മുമ്പെങ്കിലും നമ്മൾ റൈറ്റിങ്ങിലോ ഇലക്ട്രോണിക് മോഡിലോ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ എന്തോ കൊടുത്തിരിക്കണം? നമ്മൾ മെമ്പേഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കണം. ഇനി ഡേയ്സ് എക്സ്ക്ലൂഡഡ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഡേ ഓൺ വിച്ച് നോട്ടീസ് ഇസ് ഇഷ്യൂഡ് ടു മെമ്പർ ആൻഡ് ഡേ ഓഫ് ദ ജനറൽ മീറ്റിംഗ്. ഇനി ഞാൻ പറഞ്ഞുതരാം 21 ക്ലിയർ ഡേയ്സിൻ്റെ അർത്ഥം. അതായത് 21 ക്ലിയർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മെമ്പേഴ്സ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന ഡേറ്റും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള 21 ക്ലിയർ ഡേയ്സ്. അതായത് നമ്മൾ 21 ക്ലിയർ ഡേയ്സ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന ഡേയും നമ്മുടെ മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്യത്തില്ല, ആ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റും ഒഴിച്ച് ബാക്കിയുള്ള അല്ലെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന ഡേയും ഒഴിച്ച് ഈ 2 ഡേയും ഒഴിച്ച് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള 21 ഡേയ്സിനുള്ളിൽ നമ്മൾ മീറ്റിങ്ങിൽ നോട്ടീസ് മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കാം. ജനറൽ മീറ്റിംഗ് മേ ബി കാൾഡ് ആഫ്റ്റർ ഗിവിംഗ് എ ഷോർട്ടർ നോട്ടീസ് 7 days ഇഫ് കൺസേൺ ഈസ് ഗിവൺ ഇൻ റൈറ്റിംഗ് ഓർ ബൈ ഇലക്ട്രോണിക് മോഡ് അറ്റ്ലീസ്റ്റ് 95% ഓഫ് മെമ്പേഴ്സ് എൻറ്റൈറ്റിൽഡ് വോട്ടഡ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് എന്താ പറഞ്ഞത്? നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 21 ഡേയ്സിൽ നമുക്ക് മീറ്റിംഗ് കൊടുക്കാൻ വലിയൊരു നോട്ടീസ് കൊടുക്കാൻ പറ്റിയില്ല, ഒരു 21 ക്ലിയർ ഡേയ്സിൽ നമുക്കൊരു നോട്ടീസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന് നോട്ടീസ് കൊടുക്കണം എപ്പോഴാണ്? ഒരു ഷോർട്ടർ നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. ആ ഷോർട്ടർ നോട്ടീസ് ഒരു 7 ഡേയ്സിനുള്ളിൽ, ഇവിടെ 7 ഡേയ്സിന് എഴുതിയിട്ടില്ല, നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഒരു ഷോർട്ടർ നോട്ടീസ് ഒരു ജനറൽ മീറ്റിംഗ് പെട്ടെന്ന് നമുക്ക് വിളിച്ചു കൂട്ടണം, അല്ലെങ്കിൽ മറ്റേ 21 ഡേയ്സിന് മുമ്പ് നമുക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഒരു ഷോർട്ടർ നോട്ടീസ് നമ്മൾ കൊടുക്കണം. ആ ഷോർട്ട് നോട്ടീസ് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് 95% മെമ്പേഴ്സിനെങ്കിലും കൺസെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഷോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് 95% മെമ്പേഴ്സിനും കൺസെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു 7 ഡേയ്സിൽ ഷോർട്ട് നോട്ടീസ് മറ്റുള്ളവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത് പഠിക്കുന്നത് കണ്ടൻസ് ഓഫ് നോട്ടീസ്. നമ്മൾ ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് എന്തൊക്കെ കണ്ടൻസ് ഉൾപ്പെടും? 2 കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളാണ്. പ്ലേസ്, ഡേറ്റ്, ഡേ ആൻഡ് ഹവർ ഓഫ് ജനറൽ മീറ്റിംഗ് പ്ലേസ് ഏതാണ്, ഡേറ്റ് ഏതാണ്, ഡേ ഏതാണ്, പിന്നെ ഹവർ. ഓക്കെ, അതാണ് അതിനകത്ത് നോക്കണം. പിന്നെ രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്ട് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. അതായത് ആ മീറ്റിംഗ് കൂടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അജണ്ട എന്താണ്, ബിസിനസ് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. എന്തൊക്കെയാണ്? പ്ലേസ്, ഡേറ്റ്, ഡേ ആൻഡ് ഹവർ ഓഫ് ജനറൽ മീറ്റിംഗ്, സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ് ടു ബി ട്രാൻസാക്ട് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. ആ ബിസിനസ് കൂടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ട്രാൻസാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കണം. ഇനി തേർഡ് വൺ നോക്കിക്കേ. നോട്ടീസ് ടു ജനറൽ മീറ്റിംഗ് ഷാൾ ബി ഗിവൺ ടു എവരി വൺ ഈസ് നോട്ട് കമ്പൾസറി ടു അറ്റൻഡ്.
അതായത് നമ്മളിപ്പം ജനറൽ മീറ്റിംഗ് നോട്ടീസ് മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്യും. അപ്പം അതിനകത്ത് എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്നുള്ള കമ്പൽസറി അല്ല. അത് നമ്മൾ ആർക്കൊക്കെ നോട്ടീസ് ഇഷ്യൂ ചെയ്യും? എവരി ഡയറക്ടറാണ് മെമ്പർ, എല്ലാ ഡയറക്ടറിനും മെമ്പർ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യും, ഓഡിറ്റേഴ്സിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതുപോലെ നമ്മൾ ഡിസീസ്ഡ് മെമ്പറിലെ മരണപ്പെട്ട മെമ്പർ, ആ മരണപ്പെട്ട മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതുപോലെ നമ്മുടെ ഇൻസോൾവൻറ്റ് മെമ്പറിൻ്റെ ഒഫീഷ്യൽ അസൈനിക്ക് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആർക്കൊക്കെ? എവരി ഡയറക്ടർ ആൻഡ് മെമ്പർ, ഓഡിറ്റേഴ്സ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ, ഒഫീഷ്യൽ അസൈനി ഓഫ് ദ ഇൻസോൾവൻറ്റ് മെമ്പർ. ഇനി ഫോർത്ത് വൺ ഏതാ? എനി ആക്സിഡൻ്റൽ ഒമിഷൻ or non-receipt to give notice, meeting shall not be invalidate the proceeds of the meeting. അതായത് നമ്മൾ ഒരാൾക്ക് മീറ്റിംഗ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോട്ടീസ് കൊടുക്കത്തില്ലേ? മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഒരു മെമ്പർ നമ്മൾ മിസ്സായിപ്പോയി, ഒരു മെമ്പർ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ മിസ്സായിപ്പോയി. അതുമല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് അയച്ചു, പക്ഷേ ആ മെമ്പറുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. നോട്ടീസ് അയച്ചു, ആ ഒരു മെമ്പറുടെ കയ്യിൽ ഇതുവരെ കിട്ടില്ല. ഈ രണ്ട് കേസ് ഏതെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ മീറ്റിംഗ് അവിടെ വെച്ച് ഇൻവാലിഡ് ആയി പോലെ, മീറ്റിംഗ് വാലിഡോ മീറ്റിംഗ് മുന്നോട്ട് നടക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് മീറ്റിങ്ങിനെ നോട്ടീസ് മനഃപൂർവ്വം കൊടുക്കാതിരുന്നാൽ അത് നമ്മുടെ മീറ്റിങ്ങിനെ ബാധിക്കും. മനഃപൂർവ്വം ചെയ്യാത്ത നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നോട്ടീസ് മെമ്പറിന് എന്തോ കാര്യത്താൽ എത്തിയില്ലെങ്കിലോ നമ്മുടെ മീറ്റിംഗ് അവിടെ ഇൻവാലിഡ് ആയി പോകത്തില്ല, അത് വാലിഡ് ആയിരിക്കും, അത് മുന്നോട്ട് പോകും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം മുന്നോട്ട് നടക്കുന്ന പറയുന്നത്. മീറ്റിംഗ് മുന്നോട്ട് നടക്കും. നമ്മൾ 4 കാര്യങ്ങളുള്ള നോട്ടീസ് ടു മീറ്റിങ്ങിനെ പറ്റി പഠിച്ചത് സെക്ഷൻ 101. ഒന്നാമത്തെ എന്താ? നമ്മൾ 21 ക്ലിയർ ഡേയ്സിന് മുമ്പെങ്കിലും നോട്ടീസ് മെമ്പേഴ്സിന് നൽകിയിരിക്കണം. അതിനകത്ത് ഏതൊക്കെ ഡേയ്സ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം? അതായത് മെമ്പറിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേയും ജനറൽ മീറ്റിംഗ് നടക്കുന്ന ഡേയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള 21 ക്ലിയർ ഡേയ്സിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കണം നോട്ടീസ്. പിന്നെ ജനറൽ മീറ്റിംഗ് ഒരു ഷോർട്ട് റൺ നോട്ടീസ് കൊടുത്ത് നമുക്ക് കാൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടണമെന്നുള്ള ഷോർട്ട് റൺ നോട്ടീസ് കൊടുത്ത് നമുക്ക് ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യാൻ പറ്റും. അതിൽ ആരുടെ കൺസെൻറ്റ് വേണം? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ 95% മെമ്പേഴ്സിനെങ്കിലും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റൈറ്റിങ്ങിലോ ഇലക്ട്രോണിക് മോഡിലോ ഒരു ഷോർട്ട് റൺ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് പഠിച്ച കണ്ടൻസ് ഓഫ് നോട്ടീസാണ്. നോട്ടീസ് എന്ത് കണ്ടൻറ്റ് വേണം? പ്ലേസ്, ഡേറ്റ്, ഡേ ആൻഡ് ഹവർ ഓഫ് ജനറൽ മീറ്റിംഗ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്ട് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. ഇനി തേർഡ് വൺ പഠിച്ച എന്താ? നമ്മൾ ആർക്കൊക്കെ ജനറൽ മീറ്റിംഗ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം? ഏതൊരു ഡയറക്ടർ ആൻഡ് മെമ്പർ, ഓഡിറ്റേഴ്സ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ, ഒഫീഷ്യൽ അസൈനി ഓഫ് ഇൻസോൾവൻറ്റ് മെമ്പർ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് ഒരു ഒമിഷൻ പറ്റിപ്പോയി, അല്ലെങ്കിൽ ഇനി ആക്സിഡൻ്റൽ ഒമിഷൻ നോൺ റെസിപ്റ്റ് ടു ഗിവ് നോട്ടീസ്, മീറ്റിംഗ് ഷാൾ നോട്ട് ബി ഇൻവാലിഡ് ദ പ്രൊസീഡ്സ് ഓഫ് ദ മീറ്റിംഗ് അവിടെ ഇൻവാലിഡ് ആയി പോകില്ല, അത് നടക്കും. മീറ്റിംഗ് നടക്കുന്ന രീതിയിൽ നടക്കും. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി അനക്സ്ഡ് ടു ദ നോട്ടീസ് സെക്ഷൻ 102. ഈ സെക്ഷൻസ് പഠിക്കാൻ എളുപ്പം, കാരണം നമ്മൾ ഫസ്റ്റ് പഠിച്ച സെക്ഷൻ 101, പിന്നെ പഠിച്ച സെക്ഷൻ 102. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബി അനക്സ്ഡ് ടു ദ നോട്ടീസ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നോട്ടീസ് അയക്കുന്ന ടൈമിൽ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോട്ടീസിന് കൂടെ അനക്സ് ചെയ്ത് വെക്കണം. നമ്മൾ നോട്ടീസ് അയക്കത്തില്ല, ആ നോട്ടീസ് അയക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോട്ടീസിനോട് അനക്സ് ചെയ്ത് വെക്കണം, അറ്റാച്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ അനക്സ് ചെയ്ത് വെക്കണം. ഇനി അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന് താഴെ കിടക്കുന്ന ഓർഡിനറി ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും, അതായത് സെക്ഷൻ 102 പഠിച്ചതിന് ശേഷം നമുക്ക് സെക്ഷൻ 101 പോകാം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ സ്കിപ്പ് ചെയ്യുമല്ല, നമ്മൾ ഈ ഓർഡിനറി ബിസിനസ് എന്താ, സ്പെഷ്യൽ ബിസിനസ് എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് മക്കളെ ഓർഡിനറി ബിസിനസ്സും സ്പെഷ്യൽ ബിസിനസ്സും? ആർക്കെങ്കിലും അറിയാവോ? അതായത് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും കേട്ടിട്ടുണ്ടോ? ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. അതായത് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ബിസിനസ്സിനെയാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ബിസിനസ്സിനെ ഓർഡിനറി ബിസിനസ് എന്ന് പറയും. അപ്പം ആ ഒരു അതിനാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ആ ഓർഡിനറി ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഓർഡിനറി ബിസിനസ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അതല്ലാതെ സ്പെഷ്യൽ ബിസിനസ് എന്താ? ഓർഡിനറി ബിസിനസ് അല്ലാത്ത അല്ലെങ്കിൽ ഓർഡിനറി ബിസിനസ് ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയുന്നത്. സിമ്പിളാണോ? ഓക്കെ ആണോ? ഓർഡിനറി ബിസിനസ് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്: ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ നോർമൽ കോഴ്സ് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അപ്പം ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സിനാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. ആ ഓർഡിനറി ബിസിനസ്സിൽ എന്തൊക്കെ ഉൾപ്പെടും? അതായത് കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും റിപ്പോർട്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും, പിന്നെ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡ്, ഏതെങ്കിലും ഡിവിഡൻഡ് ഡിക്ലറേഷൻ, പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ദ റിട്ടയറിംഗ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഫിക്സിംഗ് ഓഫ് റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സിന് അപ്പോയിൻമെൻറ്റും ഓഡിറ്റേഴ്സിന് അപ്പോയിൻമെൻറ്റും ഫിക്സിംഗ് റെമ്യൂണറേഷനും, പിന്നെ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡും, പിന്നെ ബോർഡ് ഓഫ്
ഡയറക്ടേഴ്സിനെയും ഓഡിറ്റേഴ്സിനെയും റിപ്പോർട്ടും പിന്നെ കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും. ഇത്രയാണ് നമ്മുടെ ഓർഡിനറി ബിസിനസ്സിൽ ഉൾപ്പെടുന്നത്. അപ്പം ഓർഡിനറി ബിസിനസ് വെച്ചാൽ എങ്ങനെ എഴുതാം? ദ ബിസിനസ് ടു ബി ട്രാൻസാക്ട് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ നോർമൽ കോഴ്സ് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് നോൺ ആസ് ഓർഡിനറി ബിസിനസ്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻഡ് ഫിക്സിംഗ് ഓഫ് റെമ്യൂണറേഷൻ ടു ഓഡിറ്റേഴ്സ്. ഇത്ര അതിനകത്ത് ഉൾപ്പെടും. പിന്നെന്താ? ഇനി സ്പെഷ്യൽ ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതായത് ഓർഡിനറി ബിസിനസ് അല്ലാത്തൊന്നും നമുക്ക് സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? ഇൻ ദ കേസ് ഓഫ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് എനി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അതർ ദാൻ ഓർഡിനറി ബിസിനസ്. ഓർഡിനറി ബിസിനസ്സിനകത്ത് മറ്റെന്തിനെ നമുക്ക് എന്തോ പറയാം? സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയാം. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, അതിനകത്ത് കൊടുത്തില്ല, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, ബൈബാക്ക് ഷെയർ. സിമ്പിളാണ്. അതിനകത്ത് ഒന്ന് മാത്രമേ ഡയറക്ടറിൻ്റെ ഉള്ളൂ. അതായത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടറെ റിമൂവ് ചെയ്യുന്ന കാര്യം. പിന്നെന്താ? ഷെയറിൻ്റെ ബാക്കിയുള്ള 4 കാര്യങ്ങളും, അതായത് ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, ബൈബാക്ക് ഷെയർ. ഓക്കെ, അപ്പം ഈ 5 കാര്യങ്ങളാണ് സ്പെഷ്യൽ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഓർഡിനറി ബിസിനസ്സിൽ അല്ലാത്ത എന്ത് കാര്യം വന്നാലും അതെന്താണ് മക്കളെ? സ്പെഷ്യൽ ബിസിനസ്സാണ്. അപ്പം ഇത് ഇപ്പം മനസ്സിലായി സ്പെഷ്യൽ ബിസിനസ് എന്താ, ഓർഡിനറി ബിസിനസ് എന്താ. ഇനി നമുക്ക് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി അനക്സ്ഡ് ടു ദ നോട്ടീസ് ഓഫ് ട്രാൻസാക്ടിങ് ഈച്ച് ഐറ്റം ഓഫ് സ്പെഷ്യൽ ബിസിനസ്. അതായത് നമ്മൾ നോട്ടീസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ എന്തോ ചെയ്യണം? അനക്സ് ചെയ്ത് വെക്കണം. ഇനി എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് നോട്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അനക്സ് ചെയ്ത് വെക്കണ്ടേ? ഒരു സ്പെഷ്യൽ ബിസിനസ്, അതായത് ഒരു സ്പെഷ്യൽ ബിസിനസ്സിന് ഏതെങ്കിലും ഓരോ ഐറ്റവും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ ഓരോ ഐറ്റവും നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു സ്പെഷ്യൽ ബിസിനസ്സിന് നോട്ടീസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടെ അനക്സ് ചെയ്ത് വെക്കണം. മനസ്സിലായോ? ഓർഡിനറി ബിസിനസ് അല്ല, സ്പെഷ്യൽ ബിസിനസ്. സ്പെഷ്യൽ ബിസിനസ്സിന് ഓരോ ഐറ്റവും നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ട് ചെയ്യുന്ന നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ അനക്സ് ചെയ്ത് വെക്കണം. ഇനി എന്താണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റിംഗ് ഔട്ട് ദ ഫോളോയിങ് മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റിംഗ് വിത്ത് ദ സ്പെഷ്യൽ ബിസിനസ് ഷാൾ ബി അനക്സ്ഡ് ടു ദ നോട്ടീസ്. അതായത് നമ്മൾ സ്പെഷ്യൽ ബിസിനസ്സോട് റിലേറ്റ് ചെയ്ത ഒരു മെറ്റീരിയൽ ഫാക്ട്സ്. അപ്പം അതിനകത്ത് എന്തൊക്കെ വരാം? സ്പെഷ്യൽ ബിസിനസ് വേറെ ഒന്നുമില്ല, നമ്മൾ സ്പെഷ്യൽ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട കുറച്ച് മെറ്റീരിയൽ ഫാക്ട്സിന് അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ സ്പെഷ്യൽ ബിസിനസ്സിന് ഒന്നായിരിക്കും അല്ല, ഒരുപാട് കാണും. അപ്പോൾ അതാ പറഞ്ഞത് അതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും, ആ സ്പെഷ്യൽ ബിസിനസ്സിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും കൂടെ നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അനക്സ് ചെയ്ത് വെക്കണം. ഇനി ആ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തൊക്കെ വരാം? നേച്ചർ ഓഫ് കൺസേൺ ഓഫ് ഇൻട്രസ്റ്റ് ഫിനാൻഷ്യൽ ഓർ അതർവൈസ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഐറ്റം ഓഫ്. അതായത് നമ്മൾ നേച്ചർ ഓഫ് കൺസേൺ ഓഫ് ഇൻട്രസ്റ്റ് ഫിനാൻഷ്യലും, ഇത് ആരുടെയൊക്കെയാണ്? ആരുടെ നേച്ചർ ഓഫ് കൺസേൺ ഓഫ് ഇൻട്രസ്റ്റും ഫിനാൻഷ്യലും ആണ്? അത് നമ്മൾ താഴെ കൊടുക്കുന്നത് എവരി ഡയറക്ടറാണ് മാനേജർ, എല്ലാ ഡയറക്ടറിൻ്റെയും മാനേജറിൻ്റെയും, എവരി അതർ KMP എന്ന് പറഞ്ഞാൽ കീ മാനേജർ പേഴ്സണിൻ്റെ, പിന്നെ റിലേറ്റീവ് പേഴ്സൺ മെൻഷൻഡ് എബോ. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിൻ്റെ നേച്ചറും ഫിനാൻഷ്യലൊക്കെയാണ് നമ്മൾ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? എനി അതർ ഇൻഫോർമേഷൻ ആൻഡ് ഫാക്ട്സ് ദാറ്റ് മേ ഇനേബിൾ മെമ്പർ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, സ്കോപ്പ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഐറ്റം ഓഫ് ബിസിനസ് ടു ടേക്ക് ഡിസിഷൻസ് ദെയർ ഓൺ. അതായത് നമ്മുടെ സ്പെഷ്യൽ ബിസിനസ്സിന് ഓരോ ഐറ്റത്തിൻ്റെ മീനിങ് എന്താണ്, സ്കോപ്പ് എന്താണ്, ഇംപ്ലിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള മറ്റുള്ള ഇൻഫോർമേഷൻസ് ഫാക്ട്സും എല്ലാം മെമ്പേഴ്സിന് മനസ്സിലാക്കണം. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന കൂടെ ഒന്നാണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആയോ? അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ എന്നാലും ഓർത്ത് വെച്ചേരെ. നോക്കാം. ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനറി ബിസിനസ് എന്ന് പറഞ്ഞാൽ ദ ബിസിനസ് ടു ബി ട്രാൻസാക്ട് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ നോർമൽ കോഴ്സ് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അതിന് എന്തൊക്കെ വരും? കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്, കൺസിഡറേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, പിന്നെ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദോസ് റിട്ടയറിംഗ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഫിക്സിംഗ് ഓഫ് റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ്. ഇത്രയാണ് ഓർഡിനറി ബിസിനസ് വരുന്നത്. സ്പെഷ്യൽ ബിസിനസ് എന്താണ്? അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് എനി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അതർ ദാൻ ഓർഡിനറി ബിസിനസ്. ഓർഡിനറി ബിസിനസ് അല്ലാത്ത മറ്റെന്ത് നമുക്ക് എന്ത് പറയാം? സ്പെഷ്യൽ ബിസിനസ് എന്ന് പറയാം. അതിനാണ് നമ്മൾ സ്പെഷ്യൽ ബിസിനസ് എന്ന് പറഞ്ഞത്. അതിന് എന്തൊക്കെ വരും? റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, ബൈബാക്ക് ഷെയർ. ഇത്രയാണ് സ്പെഷ്യൽ ബിസിനസ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറമാണ്. കോറം ഫോർ മീറ്റിംഗ്. നമ്മൾ കോറം എന്ന് കുറേ നേരം കൊണ്ട് കേൾക്കും. അപ്പോൾ കോറം ഫോർ മീറ്റിങ്ങിനുള്ള കോറത്തിനെ പറ്റി പറഞ്ഞ സെക്ഷൻ 103. നമ്മൾ ആദ്യമേ പഠിച്ച സെക്ഷൻ ഏതാ മക്കളെ? ആദ്യമേ പഠിച്ച സെക്ഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെക്ഷൻ പഠിക്കുക എളുപ്പം. കാരണം ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം, സെക്ഷൻ പഠിക്കുക എളുപ്പം. നോട്ടീസ് ടു മീറ്റിംഗാണ് ആദ്യം പഠിച്ച സെക്ഷൻ 101. പിന്നെ നമ്മൾ സെക്ഷൻ 102 എന്താ പഠിച്ചത്?
ഓർമ്മയുണ്ടോ? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ബി അനക്സ്ഡ് ടു ദ നോട്ടീസ് സെക്ഷൻ 102 സെക്ഷൻ 103 പഠിച്ചത് ഓർഡിനറി ബിസിനസ് സ്പെഷ്യൽ ബിസിനസ്. അപ്പം കോറത്തിൻ്റെ അതായത് മീറ്റിങ്ങിൽ കോറത്തിൻ്റെ സെക്ഷൻ 103 ആയിരിക്കും. ക്ലിയർ? മക്കളൊരു മിസ്റ്റേക്ക് പറ്റി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ക്ഷമിച്ചേക്കാം. അതായത് ഓർഡിനറി ബിസിനസ്സിനും സ്പെഷ്യൽ ബിസിനസ്സിനും സെക്ഷൻ 102ഉം എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിന് സെക്ഷൻ 102 തന്നെ കേട്ടോ, ഞാൻ തിരിച്ചു പറഞ്ഞത്. അപ്പം നമ്മൾ 103 പഠിക്കുന്നത് കോറം ഫോർ മീറ്റിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്ഷൻ നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എളുപ്പമാണ്, ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെക്കും, ഒട്ടും പറ്റാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്ത് തരാം. ഓക്കെ, ഇനി എന്താണ് മീറ്റിങ്ങിലെ കോറം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിങ്ങിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് അറ്റ്ലീസ്റ്റ് മിനിമം മെമ്പേഴ്സെങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. അതിനാൽ അറ്റ്ലീസ്റ്റ് കോറം പ്രസൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞത്. പ്രോപ്പറായിട്ട് കോറം പ്രസൻ്റ് ആയാൽ മാത്രം നമുക്ക് മീറ്റിംഗ് വാലിഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പഠിച്ചിരുന്ന ഫസ്റ്റ് പോയിന്റ് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. നോക്കാം, നമ്മൾ എന്തോ ഫസ്റ്റ് പോയിന്റ് പഠിച്ചത്? ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കോൾഡ് പഠിച്ചു. അതിൽ നമ്മൾ പ്രോപ്പർ നോട്ടീസ് മസ്റ്റ് ബി സെർവ്ഡ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതായത് ബി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ വന്ന ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്, അതായത് മീറ്റിംഗ് എങ്ങനെ പ്രോപ്പറായിട്ട് നടത്തണം. അല്ലാതെ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? പ്രോപ്പർ കോറം മസ്റ്റ് ബി പ്രസൻറ്റ് ജനറൽ മീറ്റിംഗ് പ്രോപ്പർ കോറം പ്രസൻ്റ് ആയാൽ മാത്രമേ നമുക്ക് മീറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, മീറ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് നോട്ടീസ് ടു മീറ്റിംഗ്, അതായത് പ്രോപ്പർലി കോൾഡിൻ്റെ ഒരു സബ്സെക്ഷനാണ് നോട്ടീസ് ടു മീറ്റിംഗ് സെർവ് ചെയ്യണം. മീറ്റിംഗ് അറിയിച്ചുള്ള നോട്ടീസ് നമ്മൾ സെർവ് ചെയ്യണം. ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് പഠിക്കാൻ വന്നത് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്, എങ്ങനെ മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്താം. അപ്പോൾ അതിനകത്തുള്ള സബ്സെക്ഷൻ എ ആണ് പ്രോപ്പർ കോറം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ജനറൽ മീറ്റിംഗ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് സെക്ഷൻ 103 പഠിക്കാൻ വന്നത്. അപ്പോൾ എന്താണ് മക്കളെ കോറത്തിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു മസ്റ്റ് പ്രസൻറ്റ് ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് വാലിഡ് മീറ്റിംഗ്. അതായത് നമ്മൾ പറഞ്ഞ തന്നെ, അതായത് നമ്മുടെ മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ, മീറ്റിംഗ് വാലിഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും പ്രസൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ജനറൽ മീറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, പ്രോപ്പറായിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ് കോറത്തിൻ്റെ മീറ്റിംഗ്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു മസ്റ്റ് പ്രസൻറ്റ് ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് വാലിഡ് മീറ്റിംഗ്. ഓക്കെ, ഇനി കോറം ഇൻ പബ്ലിക് കമ്പനിയിൽ എത്ര കോറം വേണം അതാണ് നോക്കുന്നത്. അപ് ടു 1000 പേരെങ്കിൽ, അപ് ടു 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ പബ്ലിക് കമ്പനിയിൽ മൊത്തത്തിൽ 1000 മെമ്പേഴ്സ് ആണ്, അതിൽ 5 മെമ്പറെങ്കിലും ഈ പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. ഓരോ മെമ്പർ പേഴ്സണലിയാണ് പ്രസൻ്റ് ആവുന്നത്, അത് നിങ്ങൾ ഓർമ്മ വെച്ചോണം. ഓരോ മെമ്പറും പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. ഇനി മോർ ദാൻ 1000 എന്നാൽ 5000 അപ് ടു 5000 പേരാണെങ്കിൽ 50 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. ഇനി 5000 എക്സീഡ് ഉള്ള മെമ്പേഴ്സ് ആണെങ്കിൽ 30 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം. ഇതാണ് പബ്ലിക് കമ്പനിയുടെ കോറത്തിന് ലിമിറ്റ്. ഇനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പേഴ്സണലി 2 മെമ്പറെങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. പ്രൈവറ്റ് കമ്പനി എപ്പോഴും 2 ആണോ? നമുക്കറിയാലോ, അറ്റ്ലീസ്റ്റ് 2 മിനിമം ഓഫ് മെമ്പേഴ്സ് ഒക്കെ ആയാലും നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് തന്നെ. ഇനി ആർട്ടിക്കിൾസ് മേ പ്രൊവൈഡ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ആസ് ദ കോറം, അതായത് ഇപ്പം നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് കോറത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പറായിരിക്കും നമ്മൾ കണക്കാക്കേണ്ടത്. ആർട്ടിക്കിൾ അസോസിയേഷന് എന്തെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറത്തിൽ ഇത്ര മെമ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാർജ് നമ്പർ ഓഫ് മെമ്പർ ആയിരിക്കും അവിടെ പ്രസൻ്റ് ആവേണ്ടത്. അത് ക്ലിയർ ആയോ? അതാണ് ഇനി പഠിക്കാനുള്ളത്, പ്രത്യേകിച്ച് അതിനകത്തൊന്നും പഠിക്കാനില്ല. ഇനി അടുത്തുള്ള ലാക്ക് ഓഫ് കോറം. ഇനി കോറം നമ്മൾ പറഞ്ഞ ആ കോറം തികഞ്ഞില്ല എങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ഒരു മിനിമം നമ്പർ ഓഫ്, അതായത് കോറം പ്രസൻ്റ് ആയാൽ മാത്രമേ നമ്മുടെ ജനറൽ മീറ്റിങ്ങിന് വാലിഡ് ആവത്തുള്ളൂ. നമ്മൾ പഠിച്ചിരുന്നു പ്രോപ്പർ കോറം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായിട്ട് കോറം പ്രസൻ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സെങ്കിലും പ്രസൻ്റ് ആയാൽ മാത്രമേ ആ മീറ്റിംഗ് വാലിഡായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പറയുക ലാക്ക് ഓഫ് കോറം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന കോറം തികഞ്ഞില്ല, അല്ലെ കോറം ഇല്ല, നമ്മുടെ മീറ്റിംഗ് കൂടാതെ പറഞ്ഞിരുന്ന കോറം ഇല്ല എങ്കിൽ എന്താ സിറ്റുവേഷൻ നോക്കാം. Quorum is not there within half an hour from the time appointed for holding a meeting of the company. എന്താ പറഞ്ഞത്? അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ 10 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. 10 മണിക്ക് മീറ്റിംഗ് വെച്ചാൽ നമ്മൾ 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങുക ഇല്ല, നമ്മളൊരു അരമണിക്കൂറിൻ്റെ കോറം തികഞ്ഞില്ലെങ്കിൽ, കോറം ലാക്ക് ഓഫ് കോറം ആണെങ്കിൽ, കോറം തികഞ്ഞില്ലെങ്കിൽ, മെമ്പേഴ്സ് ഇനിയും വരാനുണ്ടെങ്കിൽ നമ്മൾ 10 മണിക്കുള്ള മീറ്റിംഗ് നമ്മൾ 10:30 വരെ നോക്കും. ഹാഫ് ആൻ അവർ നമ്മൾ നോക്കും. ഹാഫ് ആൻ അവറും നോക്കി, അതായത് 10:30 കഴിഞ്ഞിട്ട് കോറം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്ത് നോക്കാം. മീറ്റിംഗ് ഇഫ് കാൾഡ് ബൈ റിക്വസിഷനിസ്റ്റ് ഷാൾ സ്റ്റാൻഡ് ക്യാൻസൽഡ്. മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. മീറ്റിംഗ് അതായത് 10 മണിക്ക് വെച്ച മീറ്റിങ്ങിൽ 10:30 ആയിട്ടും കോറം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അത്ര ഓർത്ത് വെക്കണം. എന്താ, കോറം ഈസ് നോട്ട് ദെയർ വിത്തിൻ ഹാഫ് ആൻ അവർ ഫ്രം ദ ടൈം അപ്പോയിൻറ്റ് ഫോർ ഹോൾഡിങ് എ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. അതിൽ മീറ്റിംഗ് ഇഫ് കാൾഡ് ബൈ റിക്വസിഷനിസ്റ്റ് ഷാൾ സ്റ്റാൻഡ് ക്യാൻസൽഡ്. നമ്മൾ മീറ്റിംഗ് ക്യാൻസൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് ഹാഫ് ആൻ അവറിലും കോറം തികഞ്ഞില്ല എങ്കിൽ. ഇനി എ മീറ്റിംഗ് ഷാൾ ബി സ്റ്റാൻഡ് അഡ്ജോൺ
adjourned to the same day in the next week at the same time and place or to such other date and such other time place as the board may determine. ഒന്നെങ്കിൽ നമ്മൾ മീറ്റിംഗ് ക്യാൻസൽ ചെയ്താൽ മീറ്റിംഗ് നമ്മൾ അഡ്ജോൺ ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ LLPയിൽ മീറ്റിംഗ് അഡ്ജോൺ ചെയ്ത് നമുക്ക് വെക്കാം. മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റും. എങ്ങനെ മാറ്റി വെക്കാൻ പറ്റും? സെയിം നമ്മളിപ്പം ഒരു ബുധനാഴ്ച നമ്മൾ മീറ്റിംഗ് വെച്ചെങ്കിൽ ബുധനാഴ്ച ഒരു ബുധനാഴ്ച 10 മണിക്ക് നമ്മൾ സ്കൈലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ നമ്മൾ മീറ്റിംഗ് പ്ലാൻ ചെയ്തത്. അതായത് ജനുവരി 1 ബുധനാഴ്ച നമ്മൾ സ്കൈലൈൻ മീറ്റിങ്ങിൽ വെച്ചാൽ നമ്മൾ മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചത് 10 മണിക്ക്. അപ്പം ആ ഒരു ബുധനാഴ്ച നടന്നില്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്ത ബുധനാഴ്ച 10 മണിക്ക് അതേ സെയിം സ്കൈലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ നമ്മൾ മീറ്റിംഗ് അഡ്ജോൺ ചെയ്യണം മീറ്റിംഗ് തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അല്ലെ മീറ്റിംഗ് നമ്മൾ അവിടെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. മീറ്റിംഗ് അവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അതിനും പറ്റില്ല എങ്കിൽ നമ്മുടെ ബോർഡ് ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റേതെങ്കിലും ഡേറ്റിലോ മറ്റേതെങ്കിലും ടൈമിലോ മറ്റേതെങ്കിലും പ്ലേസിലോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്ജോൺ ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അതിനെപ്പറ്റി തന്നെ താഴോട്ട് പിന്നെയും പറഞ്ഞത്, ഇനി നമ്മൾ ആ ഒരു അഡ്ജോൺ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ 3 ഡേയ്സിലും ഒരു അഡ്ജോൺ മീറ്റിങ്ങിൻ്റെ അതായത് നമ്മൾ നേരത്തെ നടത്താനിരുന്ന മീറ്റിംഗ് നമ്മൾ അഡ്ജോൺ ചെയ്ത് മാറ്റിവെച്ച മാറ്റിവെച്ച മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ മെമ്പേഴ്സിന് ഒരു അറ്റ്ലീസ്റ്റ് 3 ആ മീറ്റിംഗ് നടക്കുന്നതിന് അഡ്ജോൺ ചെയ്ത മീറ്റിംഗ് നടക്കുന്നതിന് 3 ഡേയ്സ് മുമ്പ് നമ്മൾ നോട്ടീസ് നൽകിയിരിക്കണം. എത്ര 3 ഡേ ഈ നിങ്ങൾ ഡേയ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ MCQ ചോദിക്കാം. 2022 സിലബസിന് പിന്നെ എടുത്തുറ 2 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്ന MCQ. തെറ്റിയാൽ 2 മാർക്ക് നമ്മുടെ നിന്ന് പോകും. അപ്പം അഡ്ജോൺ മീറ്റിംഗ് നോട്ടീസ് നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം, മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി അത് ഓരോ മെമ്പേഴ്സിനും ഇൻഡിവിജ്വലി വേണം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ. ഇഷ്യൂ ചെയ്യാൻ. ഇനി നമുക്ക് അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മറ്റൊരു ഓപ്ഷനുകളുണ്ട്. നമുക്ക് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അത് ഒരെണ്ണം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ഒരെണ്ണം വെർനാക്കുലർ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിലും ആയിരിക്കണം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ. നമുക്കറിയാവുന്നല്ലേ. ഓക്കെ, ഇനി നോക്കിക്കേ. ഇഫ് അറ്റ് ദ അഡ്ജോൺ മീറ്റിംഗ് ആൾസോ എ കോറം ഈസ് നോട്ട് പ്രസൻറ്റ് വിത്തിൻ ഹാഫ് ആൻ അവർ ഫ്രം ദ ടൈം അപ്പോയിൻറ്റഡ് ഫോർ ഹോൾഡിംഗ് മീറ്റിംഗ് മെമ്പേഴ്സ് പ്രസൻറ്റ് ഷാൾ ബി കോറം. അതായത് ഇനി ഈ അഡ്ജോൺ മീറ്റിംഗ് നടത്തിയപ്പോഴും ഹാഫ് ആൻ അവറിനുള്ളിൽ അഡ്ജോൺ മീറ്റിംഗ് നമുക്ക് 10 മണിക്കാണ് 10:30 ആയിട്ടും കോറം തികഞ്ഞില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേരാണ് നമ്മുടെ മീറ്റിംഗ് പ്രസൻറ്റ് ആയിട്ടുള്ളത് അത്രയും പേര് നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റും. ഇനി നമ്മൾ ആദ്യം ഒരു മീറ്റിംഗ് മാറ്റി വെച്ച് കോറം തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മാറ്റിവെച്ച മീറ്റിംഗ് പിന്നെയും അടുത്ത ആഴ്ച നമ്മൾ നടത്തുമ്പോഴും കോറം തികഞ്ഞില്ല എങ്കിൽ എത്ര പേരാണ് നമ്മുടെ മീറ്റിംഗ് ഇപ്പം നിലവിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത്, കറൻ്റ് എത്ര പേരാണ് പ്രസൻറ്റ് ഉള്ളത് അത്രയും വെച്ച് നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി 5th വൺ നോക്കിയാൽ കോറം വെൻ റിക്വയർഡ്. അതായത് കോറം നീഡ് നോട്ട് ബി പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ജനറൽ മീറ്റിംഗ്. കോറം എവിടേക്കാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ കോറം എപ്പോഴാണ് റിക്വയർ ചെയ്യേണ്ടത് അതാണ് നോക്കുന്നത്. കോറം നീഡ് ടു ബി പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് കമൻസ് ചെയ്യുന്ന ടൈമിൽ മാത്രം കോറം പ്രസൻറ്റ് ആയിരിക്കണം. കോറം പ്രസൻറ്റ് എന്ന് ആവശ്യമാണ്. ഇനി അതല്ലാതെ ഇപ്പോൾ ഓരോ റെസൊല്യൂഷനോ ഈച്ച് ആൻഡ് എവറി റെസൊല്യൂഷൻ പാസ്സാകാൻ വേണ്ടി കോറം വേണമെന്ന് നിർബന്ധമില്ല. റെസൊല്യൂഷൻ പാസ്സാകാൻ വേണ്ടി കോറം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ജനറൽ മീറ്റിംഗ് കമൻസ് ചെയ്യുന്ന ടൈമിൽ കോറം പ്രസൻറ്റ് ആയിരിക്കണം. ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് പല എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കോറത്തിനെ പറ്റി. അപ്പം നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സ്റ്റഡി നടത്തണം. ഇനി ഈ ഒരു നോട്ട് കൂടാതെ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞാൻ ഈ നോട്ട് നല്ല നോട്ട്സാണ് എങ്കിലും പോലും നിങ്ങൾക്ക് ഇത് കൂടാതെ മറ്റേ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് കിട്ടുമോ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വേണ്ട. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റഡി മെറ്റീരിയലും കൂടെ റീഡ് ചെയ്തുകൊണ്ട് പോയി എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുവാന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കിക്കേ. ചെയർമാൻ ഓഫ് മീറ്റിംഗ് സെക്ഷൻ 104. അപ്പം കോറത്തിൻ്റെ സെക്ഷൻ സെക്ഷൻ 103, ചെയർമാൻ സെക്ഷൻ 104 ആണ്. നോക്കാം. നമ്മുടെ മീറ്റിംഗ് നമ്മൾ ചെയർമാനെ മീറ്റിങ്ങിൽ ആരെ വേണം മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാൻ? ചെയർമാൻ മീറ്റിംഗ് പ്രിസൈഡ്. നമ്മൾ എവിടെ പഠിച്ചു? ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്. അതായത് നമ്മൾ മീറ്റിംഗ് വാലിഡ് മീറ്റിംഗിൽ രണ്ടാമത്തെ എസെൻഷ്യൽ എന്താ മക്കളെ? ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കൺവീൻഡ്. മീറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തണമെങ്കിൽ അതിന് രണ്ടാമത്തെ സബ്സെക്ഷൻ B ആണ് പ്രോപ്പർ ചെയർമാൻ മസ്റ്റ് ബി പ്രിസൈഡ് ദ മീറ്റിംഗ്. ആ ഒരു ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെയർമാൻ ഓഫ് മീറ്റിംഗ് സെക്ഷൻ 104. നോക്കാം. മീറ്റിംഗ് നടത്തേണ്ട ചെയർമാനാണ്. നോക്കാം. സെക്ഷൻ 104 സബ്സെക്ഷൻ 1 അത് നിങ്ങൾ ഓർത്ത് വെക്കണ്ട. നിങ്ങൾ സെക്ഷൻ 104 ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. ബാക്കി നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി പ്രൊവൈഡ് ദാറ്റ് അൺലെസ് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി പ്രൊവൈഡ് അതർവൈസ് ദ മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് ഷാൾ എലക്ട് വൺ ഓഫ് ദെംസെൽസ് ദ ചെയർമാൻ ദെയർ ഓഫ് ദ ഷോ ഓഫ് ഹാൻഡ്സ്. അതായത്
നമ്മുടെ മീറ്റിങ്ങിൽ ചെയർമാൻ സെലക്ട് ചെയ്യുന്ന മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ചെയർമാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന മെമ്പേഴ്സിൽ നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് ഒരു മെമ്പറിനെ അവിടെ കൂടിയിരിക്കുന്ന മെമ്പറിൽ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു മെമ്പറിനെ നമ്മൾക്ക് ചെയർമാനായിട്ട് എലക്ട് ചെയ്യാനാണ് പറയുന്നത്. എന്താ പറയുന്നത്, അവിടെ കൂടിയിരിക്കുന്ന മെമ്പറിൽ ഷോ ഓഫ് ഹാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരു മെമ്പറിനെ ചെയർമാനായിട്ട് എലക്ട് ചെയ്യാം. അത് തന്നെ. ഇനി രണ്ടാമെന്താ പറയുന്നത്, പ്രൊവൈഡ് ദാറ്റ് ഇഫ് എ പോൾ ഈസ് ഡിമാൻഡ് ഓൺ ദ എലക്ഷൻ ഓഫ് ദ ചെയർമാൻ ഷാൾ ബി ടേക്കൺ ഫോർത്ത് വിത്ത് ഇൻ ദ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഇനി അതിൽ അവിടെ കൂടിയിരിക്കുന്ന മെമ്പർ നമ്മൾ ഒരാളെ ചെയർമാനായിട്ട് ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അവിടെ ഇരിക്കുന്ന മെമ്പേഴ്സിൽ ആരെങ്കിലും പോൾ ഡിമാൻഡ് ചെയ്യുന്നത്, പോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മേജർ ഓഫ് വോട്ടിംഗ് ആണ്. അപ്പോൾ പോൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്ട് അനുസരിച്ച്, നമ്മുടെ കമ്പനീസ് ആക്ട് അനുസരിച്ച് ആ പ്രൊവിഷൻസ് എല്ലാം കംപ്ലൈ ചെയ്തുകൊണ്ട് ഉടനെ നമുക്ക് പോൾ വഴി ചെയർമാനെ സെലക്ട് ചെയ്യാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, നോക്കിക്കോ. ദ ചെയർമാൻ എലക്റ്റഡ് ഓൺ എ ഷോ ഓഫ് ഹാൻഡ്സ് ഷാൾ കണ്ടിന്യൂ ടു ബി ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് അൺടിൽ സം അതർ പേഴ്സൺ ഈസ് എലക്റ്റഡ് ചെയർമാൻ ആസ് എ റിസൾട്ട് ഓഫ് ദ പോൾ. സച്ച് അതർ പേഴ്സൺ ഷാൾ ബി ചെയർമാൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ മീറ്റിംഗ്. എന്താ അവർ പറയുന്നത്, നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് ചെയർമാനെ സെലക്ട് ചെയ്തു. അപ്പം അതിൽ കുറച്ച് പേർക്ക് എതിരഭിപ്രായമുണ്ട്. അവർക്ക് പോൾ വഴി തന്നെ ചെയർമാനെ സെലക്ട് ചെയ്യണം നിർബന്ധം ഡിമാൻഡ് ചെയ്യും. അപ്പം നമ്മുടെ കമ്പനി അത് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കമ്പനീസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിമാൻഡിനെ. അപ്പം നമ്മൾ ആദ്യമേ ഷോ ഓഫ് ഹാൻഡ്സ് വെച്ച് ചെയർമാനെ സെലക്ട് ചെയ്ത് വെച്ചല്ലോ. അപ്പം ആ ഒരു ചെയർമാൻ എത്ര നാൾ വരെ തുടരും, നമ്മൾ പോൾ വഴി ചെയർമാനെ സെലക്ട് ചെയ്ത് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നവരെയും നമ്മുടെ ചെയർമാൻ ആരായിരിക്കും, ഷോ ഓഫ് ഹാൻഡ്സ് വഴി സെലക്ട് ചെയ്ത ചെയർമാൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഡൗട്ട്സ് അടിക്കല്, അല്ല കൺഫ്യൂഷൻ ആവല്. നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് വഴി തിരഞ്ഞെടുത്ത ചെയർമാൻ എത്ര നാൾ വരെ തുടരും, നമ്മൾ പോൾ ഡിമാൻഡ് ചെയ്ത് ചെയർമാനെ എലക്ട് ചെയ്തല്ലോ. ആ എലക്ഷൻ റിസൾട്ട് വരുന്നവരെ, ആ എലക്ട് ചെയ്ത എലക്ഷൻ റിസൾട്ട് വരുന്നവരെ നമ്മുടെ ചെയർമാൻ ആരായിരിക്കും, ഷോ ഓഫ് ഹാൻഡ്സ് വഴി തിരഞ്ഞെടുത്ത ചെയർമാനായിരിക്കും. ഇലക്ഷൻ റിസൾട്ട് വന്ന, അതായത് പോളിൻ്റെ റിസൾട്ട് വന്നാൽ നമുക്ക് ആ പോൾ വഴി തിരഞ്ഞെടുത്ത ആളായിരിക്കും നമ്മുടെ ചെയർമാൻ. ബാക്കിയുള്ള മീറ്റിങ്ങിനെല്ലാം ഒരാളായിരിക്കും ചെയർമാൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി നോക്കിക്കേ, പ്രോക്സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്, ആരും സ്കിപ്പ് അടിക്കല്ലേ. പ്രോക്സി സെക്ഷൻ 105 നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. പ്രോക്സി ആരാ, നമ്മുടെ കമ്പനിയിലുള്ള മെമ്പേഴ്സിന് പകരം അവർക്കൊരു മീറ്റിങ്ങോ വോട്ടോ ഒന്നും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർക്ക് പകരം ആ ഒരു മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് പ്രോക്സി. ഇപ്പം ഞാൻ ABC കമ്പനിയുടെ മെമ്പർ. അപ്പം എനിക്ക് ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ വോട്ടിംഗ് നടക്കും. അപ്പം ആ വോട്ടിനോ മീറ്റിങ്ങിനോ എനിക്ക് അറ്റൻഡ് ചെയ്യാനോ പറ്റില്ല. അപ്പം ഞാനെന്ന മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പകരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്രോക്സി. ആ ആളാണ് നമ്മൾ പ്രോക്സി എന്ന് പറഞ്ഞത്. നോക്കാം. മീനിങ് എന്താണ്? പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റ് ബൈ മെമ്പർ ടു അറ്റൻഡ് ആൻഡ് വോട്ട് ഇൻ എ മീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പ്രോക്സി. അതായത് മെമ്പറിൻ്റെ ആബ്സെൻസിൽ മെമ്പറിന് വേണ്ടി മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നമുക്ക് പ്രോക്സി എന്ന് പറയാം. ദസ് ദ പ്രോക്സീസ് ഏജൻറ്റ് ഓഫ് ദ മെമ്പർ അപ്പോയിൻറ്റ് ഹിം. ഇപ്പം ഞാൻ ഒരു പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ എൻ്റെ ഏജൻറ്റായിട്ട് വേണം അദ്ദേഹം അവിടെ ആക്ട് ചെയ്യാൻ. ഇപ്പം എൻ്റെ ഏജൻ്റ് എന്ന് പറയാം. എല്ലാ മെമ്പേഴ്സിനും അല്ല, ഏത് മെമ്പറിൻ്റെ പകരമാണോ ആ ആളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്ത് ആ ഒരു മെമ്പറിൻ്റെ ഏജൻ്റാണ് ഈ പ്രോക്സി. ഇനി ഹൂ ക്യാൻ അപ്പോയിൻറ്റ് എ പ്രോക്സി ആർക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും? നമുക്കറിയാം മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. നോക്കാം. Any member of a company entitled to attend and vote at the meeting of a company shall be entitled to appoint another person, whether a member or not, he is proxy to attend the vote in his place. അതായത് ആ ഒരു മെമ്പർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് പകരമായോ ആ ഒരു മെമ്പറിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു മെമ്പറിന് വോട്ട് ചെയ്യാൻ കഴിയില്ല, ആ ഒരു പ്ലേസിൽ നമ്മൾ മറ്റൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുവാണ് അത് നമുക്ക് പ്രോക്സി എന്ന് പറയാം. അവിടെ ആ മെമ്പർ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഏത് പേഴ്സണെ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് മെമ്പറിനെ വേണമെങ്കിലും പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി മെമ്പർ ഓഫ് എ കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റൽ കനോട്ട് അപ്പോയിൻറ്റ് പ്രോക്സി അൺലെസ് a പെർമിറ്റ്. അതായത് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഹാവിംഗ് നോ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണെങ്കിൽ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും എങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി പ്രോക്സിയുടെ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ള ദിവസങ്ങൾ പ്രോക്സി കയറി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് കമ്പനിക്കൊരു ആ മെമ്പർ ഏത് മെമ്പറാണോ ഏത് മെമ്പറിന് പകരമാണോ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആ ഒരു മെമ്പർ നമ്മുടെ കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു ഫോമിനെ പറ്റി പറയുന്നത് അതാണ് പ്രോക്സി ഫോം എന്ന് പറയുന്നത്. ദ പ്രോക്സി ഫോം ഓർ ഇൻസ്ട്രുമെൻറ്റ് അപ്പോയിൻറ്റിംഗ് ദ പ്രോക്സി ഷാൾ ബി ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ മെമ്പർ. ആ ഒരു പ്രോക്സി ഫോമിൽ നമ്മുടെ മെമ്പർ
റൈറ്റിങ്ങിൽ എഴുതി ആ ഫോം എഴുതിയും വേണം, റൈറ്റിങ്ങിൽ എഴുതിയും വേണം, അതിൽ സൈനും ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ദ പ്രോക്സി ഫോം ഓർ ഇൻസ്ട്രുമെൻറ്റ് അപ്പോയിൻറ്റിംഗ് ദ പ്രോക്സി ഷാൾ ബി റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ മെമ്പർ. ഓക്കെ, ഇനി ഇഫ് അപ്പോയിൻറ്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ്, ഇനി ബോഡി കോർപ്പറേറ്റ് അവിടുത്തെ മെമ്പർ, നമുക്കറിയാം ഒരു മെമ്പർ ബോഡി കോർപ്പറേറ്റ് ആവാം. ബോഡി കോർപ്പറേറ്റ് അവിടുത്തെ മെമ്പറെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റ് ഒരു പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മുടെ കമ്പനിയുടെ സീലും അതുമല്ല എങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഓഫീസറിൻ്റെയോ അറ്റോർണിയുടെയോ സൈനും ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ സീൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താ അറ്റോർണിയുടെയോ ഏതെങ്കിലും ഓഫീസറിൻ്റെ സൈൻ ചെയ്തിരിക്കണം. ഇനി ദ പ്രോക്സി ഷാൾ ബി ഫോം നമ്പർ MGT11. നമ്മൾ പറഞ്ഞ ഫോമിൻ്റെ ആ ഫോമിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ MGT11. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാം പോയിന്റ് വളരെയധികം MCQ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ദ പ്രോക്സി ഷാൾ ബി ഫോം നമ്പർ MGT11, ഫോം നമ്പർ MGT11, ഫോം നമ്പർ MGT11. ഇങ്ങനെ ഓർത്തോർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്കിപ്പ് ചെയ്യേണ്ടത് എക്സാം പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഇനി ഫോം നമ്പർ MGT11 ഈ പ്രോക്സിയുടെ ഫോം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻസ് ഓൺ പ്രോക്സി എന്താ മക്കളെ പറഞ്ഞത്? വെരി വെരി സിമ്പിൾ. അതായത് പ്രോക്സിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നോക്കാം, പ്രോക്സിക്ക് ആ ഒരു മെമ്പറിന് പകരം, അപ്പോയിന്റ് ചെയ്ത മെമ്പറിന് പകരം വോട്ട് ചെയ്യാനും പറ്റും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാനാണ് പറഞ്ഞത്. എ പേഴ്സൺ ക്യാൻ ആക്ട് എസ് എ പ്രോക്സി ഓൺ ബിഹാഫ് ഓഫ് മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് 50 ആൻഡ് ഹോൾഡിംഗ് ആൻ അഗ്രിഗേറ്റഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 10% ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി ക്യാരിങ് വോട്ടിംഗ് റൈറ്റ്. അതായത് നമ്മുടെ പ്രോക്സിക്ക് ഒരേ സമയം 50 മെമ്പറിൻ്റെ പ്രോക്സി ആവാൻ പറ്റും. 50 മെമ്പറിൽ കൂടുതലുള്ള ആൾക്കാരുടെ പ്രോക്സി ആവാൻ പറ്റില്ല. അതായത് 51ാമത്തെ മെമ്പറിൻ്റെ പ്രോക്സി ആവാൻ പറ്റില്ല. ഒരേ സമയം 50 മെമ്പേഴ്സിനെ വരെ പ്രോക്സി ആവാൻ കഴിയും. നമ്മൾ ഒരു പ്രോക്സിക്ക്, അതായത് ഒരു പേഴ്സണ്. ഇപ്പം എനിക്കൊരു മെമ്പറുണ്ട്, അല്ല വേണ്ട, അത് വേണ്ട, അപ്പം ഞാൻ ഒരാളുടെ പ്രോക്സി, അപ്പം എനിക്ക് എയുടെ പ്രോക്സി ആവാൻ പറ്റും, ബിയുടെ പ്രോക്സി ആവാൻ പറ്റും, അങ്ങനെ ഒരു 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റും. പക്ഷേ 51ാമത്തെ ആളുടെ 50ൽ കൂടുതലുള്ള ആളുകളുടെ പ്രോക്സി ആവാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വെച്ച് എന്തുകൊണ്ടാണ് അതാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത് എന്താ, നമുക്ക് 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റും, 50ൽ കൂടുതൽ ആളുകളുടെ, അതായത് 51ാമത് വരുന്ന ആളുകളുടെ പ്രോക്സി ആവാൻ എനിക്ക് കഴിയില്ല. ഇനി അവിടെ വേറൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഹോൾഡിംഗ് ഇൻ അഗ്രിഗേറ്റ് നോട്ട് ഗ്രേറ്റർ ദാൻ 10% ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാരിങ് വോട്ടിംഗ് റൈറ്റ്. അതായത് എനിക്ക് 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാരണം എന്താ, ഈ 50 പേരുടെയും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, അവർ ഹോൾഡ് ചെയ്യുന്ന ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ അഗ്രിഗേറ്റഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 10% താഴെയാക്കണം. 10% കൂടാൻ പാടില്ല, 10% കൂടാൻ പാടില്ല, 10% താഴെ ആയിരിക്കണം. അതായത് 10% താഴെ ആയിരിക്കണം. 10% കൂടിയാൽ എനിക്ക് 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് ഞാൻ പ്രോക്സി ആയിരിക്കുന്ന മെമ്പറിൽ 50 മെമ്പർ ഉണ്ടെങ്കിൽ 50 മെമ്പറിൻ്റെയും അഗ്രിഗേറ്റ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ അഗ്രിഗേറ്റ് ഹോൾഡ് ചെയ്യുന്നത്, അവർ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ അവരുടെ അഗ്രിഗേറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 10% ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റത്തുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 50 പേരുടെ പ്രോക്സി ആവണമെങ്കിൽ എനിക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10% എങ്കിലും, ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ 10% താഴെ ആയിരിക്കണം അവിടുത്തെ മെമ്പേഴ്സ് അവർ അഗ്രിഗേറ്റ് ഹോൾഡ് ചെയ്യുന്ന കാര്യം, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇന്ന് നോക്കിക്കേ, എനി മെമ്പർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 10% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാരിങ് വോട്ടിംഗ് റൈറ്റ് മേ അപ്പോയിന്റ് എ സിംഗിൾ പേഴ്സൺ ആസ് എ പ്രോക്സി ആൻഡ് സച്ച് പേഴ്സൺ ഷാൾ നോട്ട് ബി ആക്ട് ആസ് എ പ്രോക്സി ഫോർ എനി അതർ പേഴ്സൺ ഓർ ഷെയർ ഹോൾഡർ. അതായത് പ്രോക്സി ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഹോൾഡിങ്, ഷെയർ ക്യാപിറ്റൽ ഹോൾഡിങ് 10% കൂടുതലാണ്. ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ 10% കൂടുതലാണ്. ഏതെങ്കിലും മെമ്പർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ 10% കൂടുതലാണ് എങ്കിൽ ആ ഒരു മെമ്പറിന് ഒരു സിംഗിൾ പ്രോക്സിയെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു സിംഗിൾ പ്രോക്സി മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു പ്രോക്സി മറ്റുള്ള മെമ്പേഴ്സിന് പ്രോക്സി ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രോക്സി ഈ 10% കൂടുതലുള്ള മെമ്പറില്ലേ, ഷെയർ ക്യാപിറ്റൽ 10% കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന മെമ്പറിൻ്റെ പ്രോക്സിയെ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, മറ്റൊരാളുടെ പ്രോക്സി ആവാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞ റെസ്ട്രിക്ഷൻ എന്താണ്? അദ്ദേഹം 50 പേരുടെ പ്രോക്സിയാണ്, 50 പേരുടെയും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10% അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ 10% കൂടാൻ പാടില്ല, അഗ്രിഗേറ്റ് 10% കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് 50 പേരുടെ പ്രോക്സി ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു മെമ്പർ 10% ഷെയർ ക്യാപിറ്റൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, 10% ഷെയർ ക്യാപിറ്റൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്പറിന് ഒരു സിംഗിൾ പ്രോക്സി മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു ആൾക്ക്, ഇപ്പം ഞാൻ എന്നെ പ്രോക്സി ആക്കുന്ന ആൾക്ക്,
അതായത് ഇപ്പം എ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഷെയർ ക്യാപിറ്റൽ 10% കൂടുതൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എ എന്ന വ്യക്തിക്ക് ഞാൻ ആ എ എന്ന വ്യക്തിയുടെ പ്രോക്സി ആവാൻ മാത്രമേ പറ്റത്തുള്ളൂ, എനിക്ക് മറ്റേ ബിയുടെ സിയുടെ ഒന്നും പ്രോക്സി ആവാൻ കഴിയില്ല. അതാണ് എക്സാമ്പിൾ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മാറിപ്പോകും അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോക്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോക്സി കോറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഇനി 5th വൺ നോക്കിയേ, ഡിസ്ക്ലോഷർ ആൻഡ് നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ്. അതായത് നമ്മൾ ജനറൽ മീറ്റിംഗ് നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ മീറ്റിംഗ് കൂടുതൽ നമ്മൾ നോട്ടീസ് വെക്കും. ആ നോട്ടീസിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്തോ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ഈ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട്. ഇനി എവരി നോട്ടീസ് കാളിംഗ് എ മീറ്റിംഗ് ഓഫ് എ കമ്പനി ദേ ഷാൾ അപ്പിയർ വിത്ത് എ റീസണബിൾ prominence statement that a member entitled to attend and vote is entitled to appoint a proxy to attend vote instead to herself, and that a proxy need not be a member. നമ്മൾ നോട്ടീസ് ഈ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു മെമ്പറിനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അവർക്ക് പകരമായി അവർ അപ്പോൾ പ്രോക്സിക്ക് വോട്ട് ചെയ്യാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ അവിടുത്തെ ഒരു മെമ്പറായും പ്രോക്സിയെ കാണാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഇനി എവരി ഓഫീസർ ഓഫ് എ കമ്പനി ഇൻ ഡിഫോൾട്ട്, കമ്പനിയുടെ ഏതെങ്കിലും ഓഫീസർ ഈ ഒരു കാര്യം ഡിഫോൾട്ട് ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് ഫൈനുണ്ട്. അപ് ടു 5,000 വരെ ഫൈനുണ്ട്. ഇനി ഡെപ്പോസിറ്റ് ഓഫ് പ്രോക്സി ഫോംസ്. പ്രോക്സിയുടെ ഫോമിനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ? പ്രോക്സിയുടെ ഫോം നമ്പർ, അതായത് ഫോം നമ്പർ ഏതാ? പ്രോക്സി ഫോം നമ്പർ ഏതാ? ഫോം നമ്പർ MGT11, മറക്കല്ലേ. അപ്പം ആ ഒരു പ്രോക്സിയുടെ ഫോം നമ്മൾ പെട്ടെന്ന് ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ അറിയിക്കണ്ടേ? അല്ല, മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 48 മണിക്കൂർ മുമ്പ്, അതായത് 2 ദിവസം മുമ്പ്. 48 മണിക്കൂർ 2 ദിവസമല്ലേ? അപ്പം 48 മണിക്കൂറിന് മുമ്പ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് 48 മണിക്കൂറിന് മുമ്പ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിന് ഇതിൻ്റെ പ്രോക്സിയുടെ ഫോം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവർക്കത് കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 48 മണിക്കൂർ മുമ്പ്, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന 48 മണിക്കൂർ മുമ്പ് അവർക്കത് കൊടുത്തിരിക്കണം. രജിസ്റ്റേർഡ് ഓഫീസിന് കൊടുത്തിരിക്കണം. ഇനി നോക്കിക്കേ, ഇൻസ്പെക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പ്രോക്സീസ്. പ്രോക്സിയുടെ നമ്മുടെ ആ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ആ പ്രോക്സിയുടെ ഫോം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയും. അത് ആ ഒരു ഡീറ്റെയിൽസാണ് പറഞ്ഞത്. എനി മെമ്പർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഇൻസ്പെക്ട് പ്രോക്സീസ് ഡെപ്പോസിറ്റ് വിത്ത് ദ കമ്പനി. അതായത് പ്രോക്സിയുടെ ഫോം, കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോക്സിയുടെ ആ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ആ ഫോം ഏത് മെമ്പറിനാലും ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയും. ഇൻസ്പെക്ഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി 3 days നോട്ടീസ് ഗിവൺ ടു ദ കമ്പനി. ഇൻസ്പെക്ട് ചെയ്യുന്നതിന് നമ്മൾ കമ്പനിയുടെ 3 days, പ്രോക്സിയുടെ ഫോം ഇൻസ്പെക്ട് ചെയ്യുന്നതിന് നമ്മൾ കമ്പനിക്ക് ഒരു 3 days മുമ്പെങ്കിലും നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം, നോട്ടീസ് നൽകിയിരിക്കണം. ഇൻസ്പെക്ഷൻ ക്യാൻ ബി മെയ്ഡ് ബിഗിൻ വിത്ത് 24 hours ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ജനറൽ മീറ്റിംഗ് എൻഡിങ് വിത്ത് കൺക്ലൂഷൻ ഓഫ് സച്ച് ജനറൽ മീറ്റിംഗ്. അതായത് എപ്പോഴാണ് നമുക്ക് ഇൻസ്പെക്ട് സമയം അനുവദിച്ചേക്കുന്നത്? മീറ്റിംഗ് തുടങ്ങുന്നതിന്, ജനറൽ മീറ്റിംഗ് തുടങ്ങുന്നതിന് 24 hours മുമ്പോ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ സമയം തന്നിട്ടുണ്ട്. എത്ര വരെ തന്നിട്ടുണ്ട്? ജനറൽ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്ന ടൈം വരെ നമുക്ക് തന്നിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങുന്നതിന് 24 മണിക്കൂർ മുമ്പോ ആ 24 മണിക്കൂർ തുടങ്ങി ജനറൽ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്ന ടൈം വരെ നമുക്ക് പ്രോക്സിയുടെ ഫോം ഇൻസ്പെക്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഈ ഇൻസ്പെക്ഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി ഡ്യൂറിങ് ബിസിനസ് ഹവേഴ്സിൽ മാത്രമേ പ്രോക്സിയുടെ ഫോം ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഹവേഴ്സ് എത്രയാണോ ആ ബിസിനസ് ഹവേഴ്സിൽ മാത്രമേ പ്രോക്സിയുടെ ഫോം ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഡിസബിലിറ്റീസ് ഓഫ് പ്രോക്സി. അതായത് പ്രോക്സിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രോക്സിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും, വോട്ടും ചെയ്യാൻ പറ്റും മെമ്പറിന് വേണം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഡിസബിലിറ്റീസ്, അതായത് പ്രോക്സി ഈ ഒരു പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നോക്കാം. എ പ്രോക്സി ഹാസ് നോ റൈറ്റ് ടു സ്പീക്ക് അറ്റ് ദ മീറ്റിംഗ്. പ്രോക്സിക്ക് മീറ്റിംഗിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ഒരു അഭിപ്രായം പറയാനൊന്നും പറ്റത്തില്ല. പ്രോക്സി കനോട്ട് വോട്ട് അറ്റ് ദ ഷോ ഓഫ് ഹാൻഡ്സ്. പ്രോക്സിക്ക് ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല. പ്രോക്സിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ? പോൾ ഉപയോഗിച്ചൊക്കെ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ പ്രോക്സി നോട്ട് കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോറം. അതായത് നമ്മൾ കോറം എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും നമ്മുടെ മീറ്റിംഗ് പ്രസൻറ്റ് ആയിരിക്കണം. അപ്പോൾ ആ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൽ നമ്മുടെ ആ ഒരു മെമ്പറായിട്ട് അല്ലെങ്കിൽ ഒരു കോറത്തിൽ ആ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് ആ കോറത്തിൽ നമ്മൾ പ്രോക്സിയെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോക്സി എന്ന് പറയുന്നത് മെമ്പറല്ല. മനസ്സിലായോ? മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പ്രോക്സി എന്ന്. അപ്പം മെമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ആ കോറത്തിൽ നമ്മൾ പ്രോക്സിയെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ്? മീറ്റിങ്ങിന് സംസാരിക്കാൻ പറ്റത്തില്ല, പിന്നെ ഷോ ഓഫ് ഹാൻഡ്സ് വെച്ച് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കോറത്തിൽ കൗണ്ട് ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി റൈറ്റ് ഓഫ് പ്രോക്സിക്ക് എന്തിനൊക്കെ റൈറ്റ് ഉണ്ട് നമുക്കറിയാം. പ്രോക്സിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പോൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഷോ ഓഫ് ഹാൻഡ്സ് അല്ല, പോൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. എന്നൊക്കെ റിവോക്കേഷൻ ഓഫ് പ്രോക്സി.
അതിലെന്താ പറഞ്ഞത്, പ്രോക്സി നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? പ്രോക്സി നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ സാഹചര്യത്തിൽ? ഇഫ് ആഫ്റ്റർ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ദ മെമ്പർ ഹിംസെൽഫ് അറ്റൻഡ് ദ മീറ്റിംഗ് ഇറ്റ് വുഡ് എമൗണ്ട് ടു ഓട്ടോമാറ്റിക് റിവോക്കേഷൻ ഓഫ് പ്രോക്സി. അതായത് നമ്മൾ ഒരു മെമ്പർ, ഞാനിപ്പം ഒരു പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്തു, അപ്പം പ്രോക്സി ഞാൻ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രോക്സി ഓട്ടോമാറ്റിക്കലി റിവോക്കായി പോകും. ഇനി ആ പ്രോക്സി വൺസ് ദ പ്രോക്സി ഹാസ് വോട്ട് ഇറ്റ് കനോട്ട് ബി റിവോക്ഡ്. പ്രോക്സി ഞാനവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനല്ല, ഞാൻ അപ്പോയിൻ്റ് ചെയ്ത പ്രോക്സി അവിടെ എനിക്ക് പകരം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോക്സി റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്ത ശേഷം പ്രോക്സി വോട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്ത ശേഷം ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് പ്രോക്സി ഓട്ടോമാറ്റിക്കലി റിവോക്ക് ചെയ്യാൻ പറ്റും. ഇനി പ്രോക്സിയെ എൻ്റെ വോട്ട് പ്രോക്സി ചെയ്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് പ്രോക്സി റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? ഇതാണ് പ്രോക്സിയെ പറ്റി പഠിച്ചത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്പറിന് പകരം മെമ്പറിൻ്റെ ആബ്സെൻസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയും വോട്ട് ചെയ്യാൻ വേണ്ടിയും അപ്പോൾ ഒരു പേഴ്സണാണ് പ്രോക്സി. പിന്നെ പ്രോക്സിയുടെ ഫോം എന്ന് പറയുന്നത് ആ ഫോമിൽ പ്രോക്സിയുടെ ഫോം നമ്പർ MGT11 ആണ്. പിന്നെ പ്രോക്സിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താ റെസ്ട്രിക്ഷൻസ്? അതായത് പ്രോക്സിക്ക് 50 മെമ്പറിൻ്റെ പ്രോക്സി ആവാൻ പറ്റും ഒരേ സമയം. പക്ഷേ 51ാമത്തെ ആളുടെ പ്രോക്സി ആവാൻ കഴിയില്ല. എങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, അതായത് മൊത്തത്തിലുള്ള കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഈ അഗ്രഗേറ്റ് മെമ്പേഴ്സും, അതായത് 10% അഗ്രഗേറ്റ് മെമ്പേഴ്സ് ഈ 50 പേരുടെ പ്രോക്സിയാണ്. ഈ 50 പേരുടെയും 50 മെമ്പേഴ്സിൻ്റെയും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10% കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് 50 മെമ്പേഴ്സിന് പ്രോക്സി ആവാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു മെമ്പറിനെ ഷെയർ ക്യാപിറ്റൽ 10% കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്പറിന് ഒരു സിംഗിൾ പ്രോക്സി മാത്രമേ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോക്സി മറ്റൊരു മെമ്പറിനെ പ്രോക്സി ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പറഞ്ഞാൽ, നമ്മൾ ജനറൽ മീറ്റിംഗ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പ്രോക്സി അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ പ്രോക്സിയുടെ ആ ഫോം, അതായത് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് 48 മണിക്കൂർ മുമ്പ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ അറിയിച്ചിരിക്കണം. പിന്നെ എന്താ, ഇൻസ്പെക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പ്രോക്സീസ്, അതായത് നമ്മുടെ പ്രോക്സിയുടെ ഇൻസ്ട്രുമെൻറ്റിലെ ഫോം നമുക്ക് ഏതൊരു മെമ്പറിനും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കണം. ബിസിനസ് ഹവേഴ്സിൽ മാത്രമേ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇൻസ്പെക്ട് ചെയ്യാൻ ടൈം അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് 24 ഹവേഴ്സിന് മുമ്പ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങാം. അതിൻ്റെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്ന ടൈമിൽ ആ ടൈം വരെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ ടൈം അലോ ചെയ്തിട്ടുള്ളൂ. ഇനി പ്രോക്സിയുടെ ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ്? അതായത് പ്രോക്സിക്ക് മീറ്റിംഗ് റൈറ്റ് ടു സ്പീക്ക്, സംസാരിക്കാനുള്ള അവകാശമില്ല. പിന്നെ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. പിന്നെ ആ പ്രോപ്പർ കോർത്ത് പ്രോക്സിയെ കൗണ്ട് ചെയ്യത്തില്ല. പ്രോക്സിയുടെ റൈറ്റ് ഏതൊക്കെയാണ്? പ്രോക്സിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും പോൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രോക്സി റിവോക്ക് ചെയ്യാൻ പറ്റും. മെമ്പർ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്ത ശേഷം മെമ്പർ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ, മെമ്പർ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവിടെ വോട്ട് ചെയ്യുവാണെങ്കിൽ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മെമ്പർ വരുന്നതിന് മുമ്പേ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ, വോട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രോക്സി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയാണ് പ്രോക്സിയെ പറ്റി പഠിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ്. ആരാ മക്കളെ റെപ്രസെൻറ്റേറ്റീവ്സ്? സെക്ഷൻ 112 ആൻഡ് 113 ഓഫ് 2013 ആക്ട്, കമ്പനി ആക്ട് 2013 അതാ പറയുന്നത്. ഓക്കെ. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 112 113. അതാ 112 113 2 സെക്ഷൻസ് പറഞ്ഞുതരാം. നമ്മൾ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്ത ഒരു മെമ്പറിൻ്റെ പകരമാണ്. മെമ്പറിൻ്റെ ആബ്സെൻസിൽ മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് പ്രോക്സി. അങ്ങനെ ഇവിടെ ഈ റെപ്രസെൻറ്റേറ്റീവിനെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ ഗവർണറോ, അതായത് നമ്മുടെ മെമ്പർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണോ? ഒരു ഇൻഡിവിജ്വലിനാവും ഒരു ബോഡി കോർപ്പറേറ്റ്. അതുപോലെ ഒരു പ്രസിഡന്റിനും ആവാം ഒരു ഗവർണറിനും ആവാം നമ്മുടെ മെമ്പറായിട്ട്. ഒരു മെമ്പർ എന്ന് പറയുന്ന ആരാ? പ്രസിഡന്റിനും ആവാം ഗവർണറും ആവാം. അപ്പം ഗവർണറിനോ പ്രസിഡന്റിനോ പകരം അവർക്ക് 2 കൂട്ടർക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്തൊരു പേഴ്സണാണ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇനി സെക്ഷൻ 112 ആരെപ്പറ്റി പറഞ്ഞത്? പ്രസിഡന്റിന് പകരം ഒരു പ്രസിഡന്റ് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത ആ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ പറ്റിയാണ് സെക്ഷൻ 112 പറഞ്ഞത്. സെക്ഷൻ 113 പറയുന്നത് നമ്മുടെ സെക്ഷൻ 112 പറയുന്നത് പ്രസിഡന്റിനോ ഗവർണറിനോ പകരം ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, സെക്ഷൻ 112 പറയും. ഇനി സെക്ഷൻ 113 പറയുന്നത് നമ്മുടെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ, ക്രെഡിറ്റേഴ്സിന് പകരമോ അല്ലെങ്കിൽ ഏതെങ്കിലും
കോർപ്പറേഷൻസിന് പകരമോ നമ്മൾ അവർക്ക് ആ ക്രെഡിറ്റേഴ്സിനോ കോർപ്പറേഷൻസോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നമ്മളൊരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യും, ക്രെഡിറ്റേഴ്സിന് പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പേഴ്സണെ പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ്സ് കേസ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 113. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ ആദ്യം നോക്കുമ്പോൾ സെക്ഷൻ 112 ആണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ ആൻഡ് മീറ്റിംഗ്. പ്രസിഡന്റിൻ്റെയോ ഗവർണറിൻ്റെയോ മീറ്റിംഗ് ആണെങ്കിൽ, അതായത് പ്രസിഡന്റിനും ഗവർണറിനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പം ആ ഒരു കേസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവർണർ ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിലെ മെയിൻ ആണ് ഗവർണറും നമ്മുടെ ഇന്ത്യയിലെ മെയിൻ ആണ് പ്രസിഡന്റും, മെമ്പർ ഓഫ് എ കമ്പനി, ഇവർ കമ്പനി മെമ്പർ ആണ് എങ്കിൽ ഹി മേ അപ്പോയിൻറ്റ് സച്ച് പേഴ്സൺ ഹി തിങ്ക് ഫിറ്റ് ടു ആക്ട് ആസ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. അതായത് മീറ്റിങ്ങിന് നമ്മുടെ ഗവർണറിനോ പ്രസിഡന്റിനോ പകരം അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്. സച്ച് പേഴ്സൺ ഷാൾ ബി ഡീംഡ് ആസ് എ മെമ്പർ ഓഫ് സച്ച് കമ്പനി. അതായത് നമ്മുടെ കമ്പനിയിൽ ഈ പ്രസിഡൻറ്റോ നമ്മുടെ ഗവർണറോ അപ്പോയിൻറ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്, ആ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ ഡീംഡ് മെമ്പറായിട്ട് കാണണം. അതായത് മെമ്പറായിട്ട് കാണണമെന്നാണ് പറയുന്നത്. പ്രോക്സി അല്ല, മെമ്പറായിട്ട് കാണണം. പ്രോക്സി എന്ന് പറഞ്ഞാൽ മെമ്പറായിട്ട് കാണാൻ പറ്റത്തില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെപ്രസെൻറ്റേറ്റീവിനെ നമുക്കൊരു മെമ്പറായിട്ട് കാണാം. ഇനി ഹി ഷാൾ എൻറ്റൈൽ ടു എക്സസ് സെയിം റൈറ്റ് ആൻഡ് പവേഴ്സ് ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു വോട്ട് ബൈ പ്രോക്സി ആൻഡ് പോസ്റ്റൽ ബാലറ്റ് ആസ് പ്രസിഡന്റ് ഓർ ഗവർണർ കുഡ് എക്സസൈസ് മെമ്പർ ഓഫ് ദ കമ്പനി. അതായത് ഈ റെപ്രസെൻറ്റ് എന്തിനൊക്കെ റൈറ്റ് ഉണ്ട്? പ്രോക്സിക്കുള്ള റൈറ്റ് എല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനുണ്ട്. അതായത് ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു വോട്ട് ബൈ പ്രോക്സി. ഒരു പ്രോക്സിക്കുള്ള റൈറ്റ് നമ്മൾ എന്താ മക്കൾ ഉദ്ദേശിക്കുന്നത്? അതിലെന്താ പറഞ്ഞത്? ഒരു മെമ്പറിന് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു മെമ്പറിന് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് മെമ്പറായിട്ടല്ലേ കണക്കാക്കുന്നത്, ഡീംഡ് മെമ്പറായിട്ടല്ലേ കണക്കാക്കുന്നത്. അപ്പം റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ ഡീംഡ് മെമ്പറായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഈ റെപ്രസെൻറ്റേറ്റീവിനും പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ആ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റും നമ്മുടെ ഈ റെപ്രസെൻറ്റേറ്റീവ്, അതായത് മെമ്പറിനുള്ള റൈറ്റ് എല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെന്ന് പറയാം. അപ്പം പ്രസിഡന്റിനോ ഗവർണറിനോ പകരം അവർ അപ്പോയിൻറ്റ് ചെയ്ത പേഴ്സൺ റെപ്രസെൻറ്റേറ്റീവ്സ്, ആ റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് ഡീംഡ് മെമ്പറായിട്ട് കണക്കാക്കാം. ആ ഡീംഡ് മെമ്പറിന്, അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡീംഡ് മെമ്പർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രോക്സിയെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, പ്രോക്സി ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. ക്ലിയർ. ഇനി എന്താ അടുത്ത റെപ്രസെൻറ്റേറ്റീവ് സെക്ഷൻ 130 പറഞ്ഞ ക്രെഡിറ്റേഴ്സിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു ആളെ നിർത്തുവാണെങ്കിൽ, റെപ്രസെൻറ്റ് ചെയ്ത് ക്രെഡിറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് മറ്റൊരാളെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കേസാണ് പറഞ്ഞത്. അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബോഡി കോർപ്പറേറ്റിന് പകരമോ ഒരു ക്രെഡിറ്ററിന് പകരമോ, ഒരു മെമ്പറായ ഒരു ബോഡി കോർപ്പറേറ്റിന് പകരം ഒരു ക്രെഡിറ്ററിന് പകരം നമ്മളൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയാം. അവർക്കും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അവർ ഡീംഡ് മെമ്പർ തന്നെയാണ്. റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞാൽ ഡീംഡ് മെമ്പറിനെ പോലെയാണ്. അപ്പം മെമ്പറായിട്ട് കണക്കാക്കണം. അപ്പം മെമ്പറിന്, ആ ഒരു ഡീംഡ് മെമ്പറിന് അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവ്സിന് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് നമ്മുടെ ബോഡി കോർപ്പറേറ്റിൻ്റെ ബിഹാഫിൽ. അതിൽ പോസ്റ്റൽ ബാലറ്റ് വഴി അവർക്ക് നമ്മുടെ പോസ്റ്റൽ ബാലറ്റ് വഴി അവർക്ക് എന്തോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മുടെ പ്രോക്സിയുടെ മെയിൻ എന്തെന്തോ, പ്രോക്സി ഏത് വഴി വോട്ട് ചെയ്യുന്നത്? പോൾ ഉപയോഗിച്ചാൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് വഴി അവർക്ക് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡീംഡ് മെമ്പറാണ്. ആ റെപ്രസെൻറ്റേറ്റീവ്സിന് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു മെമ്പറുള്ള റൈറ്റ് അല്ല നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനുണ്ട്. കാരണം റെപ്രസെൻറ്റേറ്റീവ് ഡീംഡ് മെമ്പറാണ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ റെസൊല്യൂഷനെ പറ്റി പഠിക്കാം. റെസൊല്യൂഷൻ നമുക്കറിയാം, 2 ടൈപ്പ് റെസൊല്യൂഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന റെസൊല്യൂഷൻ എന്താ? സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. അത് കൂടാതെ ഓർഡിനറി റെസൊല്യൂഷനും ഉണ്ട്. റെസൊല്യൂഷൻ എന്താ മക്കളെ? എവറി ഡിസിഷൻ ഓഫ് ദ കമ്പനി ബോർഡ് മീറ്റിംഗ് ഓർ ഇൻ ജനറൽ മീറ്റിംഗ് ഓഫ് ടേക്കൺ ബൈ ദ റെസൊല്യൂഷൻ. അതായത് നമ്മുടെ ജനറൽ മീറ്റിങ്ങിൽ നമ്മുടെ ബോർഡ് മീറ്റിങ്ങിലോ കമ്പനി എടുക്കുന്ന ഓരോ ഡിസിഷൻ എടുക്കുന്നതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എവരി ഡിസിഷൻ ഓഫ് ദ കമ്പനി ഇൻ ബോർഡ് മീറ്റിംഗ് ഓർ ഇൻ ജനറൽ മീറ്റിംഗ് ഇറ്റ് ടേക്കൺ ബൈ ദ മീൻസ് ഓഫ് റെസൊല്യൂഷൻ. ക്ലിയർ ആണ്? റെസൊല്യൂഷൻ 2 ടൈപ്സ് ഉണ്ട്. ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. എന്താ മക്കളെ ഓർഡിനറി റെസൊല്യൂഷൻ? നോട്ടീസ് ഓഫ് ദ ജനറൽ മീറ്റിംഗ് ഹാസ് ബീൻ ഡ്യൂലി given. It is required to be passed by the broadcast, whether on the show of hands, electronically or poll, favor of resolution including a casting vote if any chairman by the members who being entitled to do so vote in a person more than 50% majority. അതായത് നമ്മളിപ്പോൾ ഒരു മെമ്പേഴ്സ് എല്ലാം കൂടെ ചെയർമാനോ ഒക്കെ കൂടെ ഒരു മീറ്റിംഗ് വെച്ചെന്ന് വെച്ചോ, അവരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ച് അതിൽ നമ്മൾ അവിടുത്തെ മെമ്പേഴ്സ് പോൾ ഉപയോഗിച്ചോ ഇലക്ട്രോണിക്കലിയോ ഷോ ഓഫ് ഹാൻഡ്സ് ഉപയോഗിച്ചോ ഫേവറായിട്ട് ആ ഒരു തീരുമാനത്തെ
എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫേവറാണ് ആ ഒരു തീരുമാനത്തെ അവർ എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഓർഡിനറി റെസൊല്യൂഷൻ ആവണമെങ്കിൽ ഇത് നമുക്ക് ഒന്നുകൂടെ പറയാം, അവിടെ ആ എടുക്കുന്ന ഫേവറാണ് തീരുമാനം മെജോറിറ്റി 15% കൂടുതലുമായിരിക്കണം. മെജോറിറ്റി 15% കൂടുതലാണെങ്കിൽ, അതായത് 51% ആണ് എങ്കിൽ ആ തീരുമാനം 51% ആൾക്കാരും ഫേവറായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത് 10 മെമ്പറുണ്ട്, ഒരു എക്സാമ്പിളാണ്. നമ്മുടെ കമ്പനിയിൽ ഒരു 10 മെമ്പറുണ്ട്. ആ 10 മെമ്പറിൽ നമ്മളൊരു ഡിസിഷൻ എടുത്ത് ആ ഒരു ഡിസിഷൻ 6 പേരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, 6 പേരും ആ ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം അത് എത്ര ശതമാനമുണ്ട്? 6/10 × 100 എത്ര ആണോ? 60% ഉണ്ട്. അപ്പം 50 കൂടുതലല്ലേ? അപ്പം 60% ആൾക്കാരുണ്ട്. അപ്പം ഈ 60% ആൾക്കാർ നമ്മുടെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായെന്ന് പറയാം. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ നോക്കിക്കേ. സ്പെഷ്യൽ റെസൊല്യൂഷൻ നമുക്കറിയാം അതിന് മെജോറിറ്റി 75% ആയിരിക്കണം. നോക്കാം. നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ് ഹാസ് ബി ഡ്യൂലി ഗീവൺ. ഇന്റൻഷൻ ഓഫ് propose the resolution as a special resolution has been duly specified in the notice of general meeting or other intimation given to the members. Vote cast favor are required not less than 3 times 75 majority vote cast against the resolution. അതായത് അവിടെ കൂടിയിരിക്കുന്ന മെമ്പേഴ്സിൽ 3 മടങ്ങി കുറയാത്ത മെമ്പേഴ്സും ആ റെസൊല്യൂഷൻ ഫേവർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ മീറ്റിംഗ് വിളിച്ചു കൂടുമ്പം അതിന് 3 മടങ്ങ് മെമ്പേഴ്സെങ്കിലും, അതായത് 3 മടങ്ങി ഇപ്പോൾ ഒരു 10 മെമ്പേഴ്സ് ഉണ്ട്, അതിലൊരു 75% മെമ്പേഴ്സെങ്കിലും നമ്മൾ ഇപ്പം ഏതാണ് 8 എന്നൊക്കെ നമ്മൾ 10 മെമ്പേഴ്സ് 8-9% മെമ്പേഴ്സ് ആ ഒരു തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാം. ക്ലിയർ ആയത് ഞങ്ങൾക്ക് വളരെ അത്ര ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മിനിറ്റ്സ് ആണ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻ മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തെടുത്താലും നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചോണം. ഓക്കെ. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മീറ്റിങ്സ് തുടങ്ങി അവസാനിക്കുന്ന വരെ ഡീറ്റെയിൽസ് നമ്മൾ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി വെക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നതിനാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. എന്താ മിനിറ്റ്സ്? മീറ്റിംഗ് തുടങ്ങി അവസാനിക്കുന്ന ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് മിനിറ്റ്സ്. അപ്പം നോക്കാം. Scope of section 180 and section. ഓക്കെ. എവറി കമ്പനി ഷാൾ കോസ്റ്റ് ബി പ്രിപ്പയർഡ് സൈൻഡ് ആൻഡ് കെപ്റ്റ് മിനിറ്റ്സ്. അതായത് എല്ലാ കമ്പനിയും മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും സൈൻ ചെയ്യുകയും കീപ്പ് ചെയ്യുകയും വേണം. എന്തിൻ്റെയാണ് കീപ്പ് ചെയ്യേണ്ടത്? എന്തിൻ്റെ മിനിറ്റ്സ് ആണ് എല്ലാ കമ്പനിയും പ്രിപ്പയർ ചെയ്യേണ്ടതും സൈൻ ചെയ്യേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും? അതാണ് നോക്കുന്നത്. പ്രൊസീഡ്സ് ഓഫ് എവറി ജനറൽ മീറ്റിംഗ്, എല്ലാ ജനറൽ മീറ്റിങ്ങിൻ്റെയും പ്രൊസീഡ്സിൻ്റെ മിനിറ്റ്സ്. പിന്നെ പ്രൊസീഡ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് എനി ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, പ്രൊസീഡ്സ് ഓഫ് മീറ്റിംഗ് എനി ക്ലാസ് ഓഫ് ക്രെഡിറ്റേഴ്സ്, പ്രൊസീഡ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രൊസീഡ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് എനി കമ്മിറ്റി ഓഫ് ദ ബോർഡ്, എവറി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ്. അപ്പം ഇത്രയും കാര്യത്തിൻ്റെ മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും സൈൻ ചെയ്യുകയും കീപ്പ് ചെയ്യുകയും വേണം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചില്ല നോട്ടീസ് ടു മീറ്റിംഗ്, പിന്നെ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്, പിന്നെ എന്താ പഠിച്ചത്? കോറം ഓഫ് ദ മീറ്റിംഗ്, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൽ പഠിക്കാൻ മിനിറ്റ്സ് നമ്മൾ എവിടെ മക്കളെ പറഞ്ഞത്? അതായത് നമ്മൾ 3 എസെൻഷ്യൽ പഠിച്ചാൽ 3ാമത്തെ എസെൻഷ്യലായിരുന്നു മിനിറ്റ്സിൻ്റെത്. പ്രോപ്പർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് ബി പ്രിപ്പയർഡ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി കണ്ടക്റ്റിനകത്ത് നമ്മൾ പഠിച്ച സബ്സെക്ഷൻ ബി ആണ്. പ്രോപ്പർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. അപ്പം ആ ഒരു മിനിറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കാൻ വന്നത്. ആ മിനിറ്റ്സിനകത്ത് തന്നെ നമ്മൾ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, സൈൻ ചെയ്യണം, കീപ്പ് ചെയ്യണം. ആ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സൈൻ ചെയ്യുന്നത് കീപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. ആ മിനിറ്റ്സ് ഏതൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യാം, അത് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. നോക്കാം. മാനർ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് മിനിറ്റ്സ്, അതായത് ഏത് രീതിയിലാണ് നമ്മൾ മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. മെയിൻറ്റെയിൻ എന്നാൽ പ്രിപ്പയർ നമുക്ക് പറയാം. നോക്കാം. Minutes of proceeding of each meeting shall be entered in the books maintained for that purpose along with the date of such entry. അതായത് ഓരോ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൻ്റെ പ്രൊസീഡ്സ് ബുക്കിൽ എൻ്റർ ചെയ്യണം. മിനിറ്റ്സ് മിനിറ്റ്സ് എഴുതുന്ന ബുക്കുണ്ട്. ആ ബുക്കിൽ നമ്മൾ മീറ്റിംഗ് ഓഫ് മിനിറ്റ്സിൻ്റെ പ്രൊസീഡ്സ് ഓരോ മീറ്റിംഗ് ഓഫ് മിനിറ്റ്സിൻ്റെ പ്രൊസീഡ്സ് എൻ്റർ ചെയ്ത് വെക്കണം. ഡേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് വെക്കാൻ. എവരി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ് ഷാൾ ബി എൻ്റർഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ജനറൽ മീറ്റിംഗ്. അത് ജനറൽ മീറ്റിങ്ങിനകത്ത് പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കിയ റെസൊല്യൂഷനും റെസൊല്യൂഷനും മിനിറ്റ്സ് ബുക്കിൽ എൻ്റർ ചെയ്ത് വെക്കണം. വിത്ത് റെസ്പെക്ട് ടു എവരി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ് മിനിറ്റ് ഷാൾ ബി കണ്ടന്റ്. അതായത് പോസ്റ്റൽ ബാലറ്റ് വഴി നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് പറഞ്ഞല്ലോ. ആ പാസ്സാക്കിയത് കൊണ്ട് നമ്മൾ മിനിറ്റ്സ് എൻ്റർ ചെയ്ത് വെക്കണം. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടണം? ആ പോസ്റ്റൽ ബാലറ്റ് വഴി റെസൊല്യൂഷൻ പാസ്സാക്കിയ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം അതിനകത്ത് ഉൾപ്പെടുത്തണം, ആ ഒരു കാര്യം പറയുന്നത്. ബ്രീഫ് റിപ്പോർട്ട് ഓഫ് ദ പോസ്റ്റൽ ബാലറ്റ് കണ്ടക്റ്റഡ്.
പോസ്റ്റൽ ബാലറ്റ് കണ്ടക്ട് ചെയ്യുന്ന ബ്രീഫ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. റെസൊല്യൂഷൻ പ്രപ്പോസ്ഡ്, റിസൾട്ട് ഓഫ് വോട്ടിംഗ്, സമ്മറി ഓഫ് ദ സ്ക്രൂട്ടനൈസ് റിപ്പോർട്ട്. സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ആളാണ് സ്ക്രൂട്ടനൈസ് എന്ന് പറയുന്നത്. അപ്പം ആൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ്. ആൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൻ്റെ സമ്മറി, പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി ചെയ്യുന്ന മിനിറ്റ്സ് ബുക്ക്, മിനിറ്റ്സ് ബുക്കിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റ്, അത്രയാണ് നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കുക നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം. മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിംഗ് ഈച്ച് മീറ്റിംഗ് ഷാൾ ബി എൻറ്റേർഡ് ഇൻ ദ ബുക്സ് മെയിൻറ്റെയിൻഡ് ഫോർ ദാറ്റ് പർപ്പസ് എലോങ് വിത്ത് ദ ഡേറ്റ് ഓഫ് സച്ച് എൻട്രി. അതായത് ഏത് രീതിയിലാണ് ഓരോ മിനിറ്റിൻ്റെയും പ്രൊസീഡ്സ് ബുക്കിൽ എൻ്റർ ചെയ്യുക. ഏത് രീതിയിൽ എൻ്റർ ചെയ്യുക? നമ്മൾ പോസ്റ്റൽ ബാലറ്റ് വഴി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജനറൽ മീറ്റിംഗ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കിയത് ആ ഒരു കാര്യം നമ്മൾ മിനിറ്റ്സ് എൻ്റർ ചെയ്തോണം. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? ബ്രീഫ് റിപ്പോർട്ട് ഓൺ ദ പോസ്റ്റൽ ബാലറ്റ് കണ്ടക്റ്റഡ്, റെസൊല്യൂഷൻ പ്രപ്പോസ്ഡ്, റിസൾട്ട് ഓഫ് റൈറ്റിംഗ്, സമ്മറി ഓഫ് ദ സ്ക്രൂട്ടനൈസേഴ്സ് റിപ്പോർട്ട്, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ മിനിറ്റ്സ് ബുക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ആ ഒരു ബുക്കിൽ എൻ്റർ ചെയ്ത് വെച്ചിരിക്കണം. എങ്ങനെയുള്ള ബുക്കിലാണ്? പോസ്റ്റൽ ബാലറ്റ് വഴി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ്സ് ബുക്കിലാണ് എൻ്റർ ചെയ്ത് വെക്കാൻ. ഇനി നോക്കണം, മാനർ ഓഫ് സൈനിങ് ഓഫ് മിനിറ്റ്സ്. നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു, പ്രിപ്പയർ എന്ന രീതി പഠിച്ചു. മാനർ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് മിനിറ്റ്സ് അല്ലെങ്കിൽ മാനർ ഓഫ് പ്രിപ്പയർ ഓഫ് മിനിറ്റ്സ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ എന്താ? സൈൻ ചെയ്യണം എന്നാണ്. മിനിറ്റ്സ് നമ്മൾ സൈൻ ചെയ്യണം. അപ്പോൾ സൈൻ ചെയ്യുന്ന രീതിയെ പഠിക്കുന്നത്. ഏതൊക്കെ രീതി സൈൻ ചെയ്യാം? ഈച്ച് പേജ് ഓഫ് എവരി മിനിറ്റ്സ് ബുക്ക് ഷാൾ ബി സൈൻഡ് ആൻഡ് ലാസ്റ്റ് പേജ് ഷാൾ ബി ഡേറ്റഡ് സൈൻഡ് ആസ് ഫോളോസ്. അതായത് മിനിറ്റ്സിൽ ഒരുപാട് പേജ് ഉണ്ട്. ആ മിനിറ്റ്സ് ബുക്കിലെ ഓരോ പേജ് നമ്മൾ സൈൻ ചെയ്തിരിക്കണം. അതിൽ ലാസ്റ്റ് പേജ് ഡേറ്റ് ഉൾപ്പെടെ സൈൻ ചെയ്തിരിക്കണം. ഇനി മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്, ചെയർമാൻ ഓഫ് ദ സെയിം മീറ്റിംഗ് ഓഫ് ദ ചെയർമാൻ ഓഫ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. അതായത് ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിലോ കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിലോ നമ്മുടെ ചെയർമാൻ ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് മീറ്റിംഗ് ആണോ ചെയർമാൻ, ആ ഒരു ചെയർമാൻ വേണം സൈൻ ചെയ്യാൻ. ഇനി മിനിറ്റ്സ് ഓഫ് ജനറൽ മീറ്റിംഗ് ചെയർമാൻ സൈൻ ചെയ്യണം. ഇനി ചെയർമാൻ സൈൻ ചെയ്യാൻ പറ്റില്ല, ചെയർമാൻ മരണപ്പെടുകയോ ചെയർമാൻ അവിടെ അണേബിൾ ആയി പോകുന്ന കേസിലോ ആണെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്യുന്നൊരു ഡയറക്ടർ ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്. അതിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 13 ഡേയ്സിനുള്ളിൽ സൈൻ ചെയ്തിരിക്കണം. ഇനി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ് വഴി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ അതിലും ചെയർമാൻ സൈൻ ചെയ്യണം. ഇനി ചെയർമാൻ അവിടെയും ഇല്ലാത്തൊരു സാഹചര്യമാണ് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ബോർഡ് ഓതറൈസ് ചെയ്ത ഡയറക്ടർ സൈൻ ചെയ്യണം. ഇതാണ് സൈനിങ്ങിൻ്റെ മിനിറ്റ്സ് സൈൻ ചെയ്യുന്നതിന് ഒരു മാനർ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മിനിറ്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം, സൈൻ ചെയ്യണം, കീപ്പ് ചെയ്യണം. അത് പ്രിപ്പയർ എങ്ങനെ നടത്തണം നമ്മൾ പഠിച്ചു, സൈൻ എങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ചു. ഇനി കീപ്പ് ചെയ്യുന്നൊരു മാനർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് പ്രിസർവേഷൻ എന്നൊക്കെ പറയാം. പ്രിസർവേഷൻ ഓഫ് മിനിറ്റ്സ് ബുക്ക് ഓഫ് ജനറൽ മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ് ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്. അതായത് ജനറൽ മീറ്റിങ്ങിൻ്റെയും ബോർഡ് മീറ്റിങ്ങിൻ്റെയും കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും മിനിറ്റ്സ് ബുക്ക് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന രീതി, ആ ഒരു മാനറിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെപ്റ്റ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഓർ സച്ച് അതർ പ്ലേസ് ആസ് മേ ബി അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ ഈ മിനിറ്റ്സ് ബുക്ക് നമ്മൾ എവിടെ പ്രിസർവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എവിടെ കീപ്പ് ചെയ്ത് വെക്കണം? നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. എങ്ങനെ? ബോർഡ് ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തും ഒരു പ്ലേസിൽ നമുക്ക് ഈ ഒരു മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് കീപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ഓതറൈസ് ചെയ്യുന്ന ഒരു പ്ലേസിൽ നമുക്ക് മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. ഇനി പ്രിസർവ്ഡ് പെർമനൻ്റ്, നമുക്ക് ഈ മിനിറ്റ്സ് ബുക്ക് നമുക്ക് പെർമനൻ്റ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്ന് വരെ പറ്റും? ടിൽ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനി ഡിസൊല്യൂഷൻ നടക്കുന്ന ഒരു സമയം വരെ നമുക്ക് ഈ മിനിറ്റ്സ് ബുക്ക് പെർമനൻ്റ് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കമ്പനി സെക്രട്ടറി ഓർ എനി ഡയറക്ടർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ ബോർഡ്. അതായത് കമ്പനി സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ വേണം ഇത് കീപ്പ് ചെയ്ത് വെക്കാൻ. അതും അല്ലെങ്കിൽ ബോർഡ് ഓതറൈസ് ചെയ്തെങ്കിലും ഡയറക്ടറിൻ്റെ കസ്റ്റഡി വേണം ഇത് കീപ്പ് ചെയ്ത് വെക്കാൻ. ഇനി പ്രിസംഷൻ ഡ്രോൺ ഫ്രം മിനിറ്റ്സ് വരെ കിട്ടുന്ന പ്രിസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. വേർ മിനിറ്റ്സ് ആർ കെപ്റ്റ് as per സെക്ഷൻ 118 then until contrary is proved it shall be presumed that. അതായത് മിനിറ്റ്സ് വരെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, മിനിറ്റ്സ് കാണിച്ചു നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറ്റി അതാണ് നോക്കുന്നത്. മീറ്റിംഗ് വാസ് ഡ്യൂലി കാൾഡ് ആൻഡ് ഹെൽഡ്. മീറ്റിംഗ് കോൾഡ് ചെയ്യുന്നതെന്നും ഹെൽഡ് ചെയ്യുന്നതിനുള്ള കാര്യം നമുക്ക് മിനിറ്റ്സ് കാണിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് വാസ് എയർലി ഡ്യൂലി ടേക്കൺ പ്ലേസ്. മീറ്റിങ്ങിലെ എല്ലാ പ്രൊസീഡിങ്സും ഈ മിനിറ്റ്സ് കാണിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾ ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ് വെർ ഡ്യൂലി പാസ്ഡ്. പോസ്റ്റൽ ബാലറ്റ് റെസൊല്യൂഷൻ
പ്രോപ്പറായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയെന്നുള്ള കാര്യം നമുക്ക് മിനിറ്റ്സ് കാണിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾ അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ്, KMP, ഓഡിറ്റേഴ്സ്, CS ഇൻ പ്രാക്ടീസ് വെയർ വാലിഡ് മെയ്ഡ്. അതായത് കമ്പനി സെക്രട്ടറിയും ഓഡിറ്റേഴ്സിനെയും KMP എന്ന് പറഞ്ഞാൽ കീ മാനേജർ പേഴ്സണൽസിനെയും ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് നടത്തിയെന്ന്, വാലിഡ് അപ്പോയിൻമെൻറ്റ് അവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് മിനിറ്റ്സ് കാണിച്ചുകൊണ്ട് മിനിറ്റ്സ് വഴി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി സം അതർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് മിനിറ്റ്സ് ഷാൾ ബി പ്രിപ്പയർഡ് സൈൻഡ് വിത്തിൻ 13 days. നമ്മൾ പറഞ്ഞു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും 13 daysനുള്ളിൽ ആയിരിക്കണം. കൺക്ലൂഷൻ ഓഫ് ദ മീറ്റിംഗ് എപ്പോഴാണ് എന്തിൻ്റെ 13 daysനുള്ളിൽ ഇത് പ്രിപ്പയർ ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്യേണ്ടത്? മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്ത് 13 daysനുള്ളിലോ അതുമല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കി 13 daysനുള്ള മിനിറ്റ് പ്രിപ്പയർ ചെയ്യുകയും സൈൻ ചെയ്യുകയും വേണം. ഇനി ദ മിനിറ്റ്സ് ബുക്ക് ഷാൾ ബി കോൺസിക്യൂട്ടീവ്ലി നമ്പർഡ്. അതായത് ആ മിനിറ്റ് ബുക്കിൽ ഒരു ഓർഡർലി നമ്പേർഡായിട്ടായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി എന്താ പറയുന്നത്? ദ മിനിറ്റ് ഓഫ് ഈച്ച് മീറ്റിംഗ് ഷാൾ കണ്ടെയ്ൻ ഫെയർ ആൻഡ് കറക്റ്റ് സമ്മറി ഓഫ് ദ പ്രൊസീഡ്സ്. അതായത് ഓരോ മീറ്റിങ്ങിലെ മിനിറ്റ്സിൻ്റെ സമ്മറി ഫെയർ ആയിട്ടും കറക്റ്റായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെ അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഓൾ അപ്പോയിൻറ്റ്സ് മെയ്ഡ് അറ്റ് എനി ടൈം ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി ഇൻക്ലൂഡ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. അതായത് മീറ്റിങ്ങുമായിട്ട് ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ മീറ്റിങ്ങോട് ബന്ധപ്പെട്ട എല്ലാ അപ്പോയിൻമെൻറ്റും നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, എൻ്റർ ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓർ കമ്മിറ്റി ഓഫ് ദ ബോർഡ്, അതായത് ബോർഡിൻ്റെ മീറ്റിങ്ങിനോ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ മീറ്റിങ്ങോ ആ ഒരു കേസാണ് എങ്കിൽ മിനിറ്റ്സ് ഷാൾ ആൾസോ താഴെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ബോർഡിൻ്റെ മീറ്റിങ്ങോ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ മീറ്റിങ്ങോ ആണെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങളാണ്? ദ നെയിം ഓഫ് ഡയറക്ടേഴ്സ് പ്രസൻറ്റ് ദ മീറ്റിംഗ് പ്രസൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ നെയിം. ഇൻ കേസ് ഓഫ് ഈച്ച് റെസൊല്യൂഷൻ പാസ്ഡ് ദ മീറ്റിംഗ് പാസ്സായ ഓരോ റെസൊല്യൂഷൻ ദ നെയിം ഓഫ് ദ ഡയറക്ടേഴ്സ്. ഓരോ റെസൊല്യൂഷൻ പാസ്സായ ടൈമിൽ പാസ്സാകുമ്പോഴുള്ള ഡയറക്ടേഴ്സിൻ്റെ നെയിം. ഇഫ് ഡിസെൻഡിങ് ഫ്രം ഓർ നോട്ട് concurring with the resolution, minutes keep shall evidence of the proceedings record therein. മീറ്റിംഗ് നടന്നതിന് എവിഡൻസ് ആണ്, മീറ്റിംഗ് നടന്നതിന് കൺക്ലൂസീവ് എവിഡൻസ് ആണ് നമ്മുടെ മിനിറ്റ്സ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ മീറ്റിങ്ങോ നടക്കുമ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി പെനാൽറ്റിയെ പറ്റി പറയുന്നത് എപ്പോഴും ഉള്ള പോലെ പെനാൽറ്റി എന്തായിരിക്കും? അതായത് നമ്മുടെ മിനിറ്റ്സിലെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, കമ്പനി എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ 25,000 എന്തെങ്കിലും ഓഫീസറാണ് ഡിഫോൾട്ട് വരുത്തുന്നതെങ്കിൽ 5,000 നമുക്ക് പെനാൽറ്റി ഉണ്ട്. ഇനി പേഴ്സൺ ഈസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് ടാമ്പറിങ് വിത്ത് ദ മിനിറ്റ്സ്. അതായത് മിനിറ്റ്സിനകത്ത് നമ്മൾ കുറ്റക്കാരനായിട്ട് എന്തെങ്കിലും ഫൗണ്ട് ഗിൽറ്റി ഓഫ് ടാമ്പറിങ്, അതായത് കുറ്റക്കാരനായിട്ട് നമ്മൾ എന്തെങ്കിലും ഫൗണ്ട് ചെയ്യുന്ന കണ്ടെത്തുകയാണ് എങ്കിൽ ആൾക്ക് പെനാൽറ്റി ഉണ്ട്. എത്ര പെനാൽറ്റി? ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years വരെ ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, ഫൈന് മിനിമം 25,000 മാക്സിമം 1 lakh വരെ ഫൈനും ഉണ്ട്. ഒന്നെങ്കിൽ രണ്ടും ഉണ്ട്, ഇംപ്രിസൺമെൻറ്റ് 2 years വരെ ഉണ്ട്, മിനിമം ഫൈന് 5,000, അത് എക്സ്റ്റെൻഡ് ചെയ്ത് 1 lakh വരെ പോകും. നിങ്ങൾക്ക് എല്ലാത്തിനും പെനാൽറ്റി ഓർത്ത് വെക്കണമെന്ന് ചിലപ്പോൾ പറ്റുന്നത്ര ഓർത്ത് വെക്കാം. മിക്കതിനും പെനാൽറ്റി 5,000, 25,000, എക്സ്റ്റെൻഡ് 1 lakh, എക്സ്റ്റെൻഡ് 5 lakh ഒക്കെ വരെ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിലെ മിനിറ്റ്സ് ബുക്ക് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് എനി ജനറൽ മീറ്റിംഗ് ഓർ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ പോസ്റ്റൽ ബാലറ്റ് ഷാൾ ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ബൈ എനി മെമ്പർ വിത്തൗട്ട് ചാർജ് ഡ്യൂറിംഗ് ദ ബിസിനസ് ഹവേഴ്സ് സബ്ജക്ട് ടു സച്ച് റീസണബിൾ റെസ്ട്രിക്ഷൻ ആസ് കമ്പനി മേ ബൈ ദിസ് AOA ഓർ GM ഇമ്പോസ്. അതായത് മിനിറ്റ്സ് ബുക്ക് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് മെമ്പറിനും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണമെന്നില്ല. പക്ഷേ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് ഹവേഴ്സിന് മാത്രമായിരിക്കും. ഇനി ഹവർ നോട്ട് ലെസ് ദാൻ 2 hours ഇൻ ഈച്ച് ബിസിനസ് ഡേ. നമുക്ക് ബിസിനസ് ഹവേഴ്സിൽ മിനിറ്റ്സ് ബുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണം. പക്ഷേ ബിസിനസ് ഹവേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഓരോ ബിസിനസ് ഡേയിലും 2 മണിക്കൂർ മാത്രമേ നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ. ഓരോ ബിസിനസ് ഡേയിലും 2 മണിക്കൂർ ബിസിനസ് ഹവേഴ്സിന് മാത്രമേ നമുക്ക് മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ അലോ ചെയ്തിട്ടുള്ളൂ. മെമ്പർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ബി ഫർണിഷ്ഡ് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് ഓഫ് ദ റിക്വസ്റ്റ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഫീസ് കോപ്പി ഓഫ് ദ മിനിറ്റ്സിൻ്റെ കോപ്പി ഏതെങ്കിലും മെമ്പേഴ്സിന് എടുക്കണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഒരു പേയ്മെൻറ്റ് അവിടെ അടച്ചിരിക്കണം. 7 ദിവസത്തിനുള്ളിൽ ആ കോപ്പി എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പനി ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി ഇഫ് എനി ഇൻസ്പെക്ഷൻ ഈസ് റെഫ്യൂസ്ഡ് ഓർ ഇഫ് എനി കോപ്പി റിക്വയർഡ് നോട്ട് ഫർണിഷ്ഡ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം കമ്പനി ഷാൾ ലയബിൾ ടു പെനാൽറ്റി ₹25,000. എന്താ മക്കളെ പറഞ്ഞത്? അതായത്
ഇൻസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിലോ കോപ്പി എടുക്കുന്ന കാര്യത്തിലോ നമ്മുടെ കമ്പനി ആ ഒരു അത് ഏതൊരു മെമ്പർ അങ്ങനെ ചെയ്യണം എങ്ങനെ ഏതെങ്കിലും ഒരു മെമ്പറിനെ അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണമെന്നോ മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യണമെന്നോ ആ മിനിറ്റ്സ് ബുക്ക് കോപ്പി എടുക്കണമെന്നോ പറഞ്ഞത് നമ്മുടെ കമ്പനി റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട് എങ്കിൽ കമ്പനിക്കെതിരെ പെനാൽറ്റി ഉണ്ട് 25,000. ഇനി ഏതെങ്കിലും ഒരു ഓഫീസറെ ഇങ്ങനെ നിരസിച്ചെങ്കിൽ ഓരോ റെഫ്യൂസലിനും, അതായത് ഓരോ തവണ റെഫ്യൂസൽ ഇതാക്കിയതിനും പിഴയുണ്ട്, അതായത് പെനാൽറ്റി ഉണ്ട് 5,000. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കിക്കേ. In case refusal or default, tribunal may without prejudice to any action being taken by order direct an immediate inspection of the minutes book or direct that copy required shall forthwith to send it to the person requiring it. അതായത് നമ്മുടെ ഈ ഒരു ഡിഫോൾട്ട് വരുത്തിയതിനോ റെഫ്യൂസൽ നടന്ന കേസിൽ നമ്മൾ ട്രിബ്യൂണൽ ഓർഡർ ഇട്ടിട്ട് ആരാണോ ഏത് മെമ്പറാണോ ഇത് ഇൻസ്പെക്ട് ചെയ്യാനും കോപ്പി എടുക്കാനോ ഇത് ആ ഒരു മെമ്പറിന് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും ഈ ഒരു മിനിറ്റ്സ് ബുക്ക് കോപ്പി എടുക്കാൻ അയച്ചു കൊടുക്കണം. നമ്മുടെ ട്രിബ്യൂണൽ നമ്മുടെ കമ്പനിക്ക് ഓർഡർ ഇടും. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീസ് ആക്ടിന് ആ ആക്ട് അനുസരിച്ച് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളാണ് നമ്മുടെ ട്രിബ്യൂണൽ, അതായത് നമ്മുടെ ടോപ്പ് അതോറിറ്റി എന്ന് പറയാം ട്രിബ്യൂണൽ. അപ്പം ആ ട്രിബ്യൂണൽ ഓർഡർ ഇടും ഈ മിനിറ്റ്സ് ബുക്ക് എൻ്റർ ചെയ്യാനോ മിനിറ്റ്സ് ബുക്ക് ഇൻസ്പെക്ട് ചെയ്യാനോ കോപ്പി എടുക്കാനുള്ള മെമ്പേഴ്സിന് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഓഫീസേഴ്സിനും ഓർഡർ ഇടുമെന്നാണ് പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചത്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം, എന്നാലും നിങ്ങൾക്ക് എക്സാം പോലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.